ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ ഭക്തമക്കൾക്കും ആയുസ്സും ആരോഗ്യവും രോഗശാന്തി ഈശ്വരകൃപ എല്ലാ നൽവരങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്ത്. ഒത്തിരി മക്കളുടെ കമൻസുകളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചു. എല്ലാവരുടെയും ഇനി ഒരു ദിവസം എല്ലാവരുടെയും പേരുകൾ പറയാം. ഞാനിവിടെ എഴുതി വച്ചു. ഇനി ഒത്തിരി ഈ ഒരു ഭാഗം വായിച്ച് തീർക്കാൻ പറ്റുന്നില്ല, കുറച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഒന്നാമത്തെ കാര്യം, ഈ ഭഗവാന്റെ ഈ എന്താ പറയുക ശരീരം, ഈ ദേഹം ഇങ്ങനെ കാണാൻ വേണ്ടി നമുക്ക് ഒത്തിരി മിനിറ്റ് ഇങ്ങനെ അങ്ങ് പോകും. അതാ ഒത്തിരിയുടെ സമയം എടുക്കുന്നത്. എന്നാലും ഇന്ന് നമുക്ക് അതിൻ്റെ കാര്യം ഒന്നുകൂടെ പറഞ്ഞങ്ങ് തീർക്കുമ്പോൾ കുറച്ച് നാമം ചൊല്ലിയിട്ട് നമുക്ക് ബാക്കി വായിക്കാം. എല്ലാവർക്കും നമസ്കാരം മക്കളെ. നമുക്ക് പേരുകൾ ഇനി ഒരു ദിവസം പറയാം എല്ലാവർക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓരോ വീഡിയോ എടുക്കുമ്പം അത് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത് എടുക്കുക. പക്ഷേ ഈ രാത്രിയിൽ 12 മണിക്കൊക്കെ ഇടുവാണല്ലോ ഇപ്പം. അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത ഡിലീറ്റ് ചെയ്യാതുകൊണ്ട് ഇന്നലെ ഇടേണ്ടുന്നത് ഞാൻ അത് എടുക്കാതെ കഴിഞ്ഞ ദിവസം ഇട്ടതങ്ങിട്ട് ഇന്ന് എന്നെ ഒരു മകള് വിളിച്ചപ്പോഴാണ് അയ്യോ രണ്ടും ഒന്നാണല്ലോ എന്ന് അറിയുന്നത്. അപ്പം മറ്റതങ്ങ് ഡിലീറ്റ് ചെയ്തത് തെറ്റിപ്പോയി. അപ്പോൾ അവിടെ കിടന്നത് ഭഗവാന്റെ പടം മാത്രം എല്ലാം ഒരുപോലെ അല്ലേ ഇരിക്കുക. അപ്പോൾ ഞാൻ രാത്രിയിലൊക്കെ അല്ലയോ ചെയ്യുന്നേ. അപ്പോൾ എങ്ങനെയോ തെറ്റുപറ്റി. അപ്പോൾ ഇന്നും ആ മകൾ വിളിച്ചു, അമ്മേ രണ്ടും ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന്. രണ്ടും ഒരേ അഭിപ്രായമാണല്ലോ ഇത് പറഞ്ഞ. അത് കണി കാണുന്നതിനുള്ള നാമവും രണ്ടിലും ഉണ്ട്. നോക്കിയൊന്ന് രണ്ടിനും ഒരേ സമയം 45 മിനിറ്റും എല്ലാം കറക്റ്റാണ് നോക്കിയോ. അപ്പോൾ മറ്റത് ഇന്ന് ഇടാനുള്ള ഡിലീറ്റ് ചെയ്തും പോയി. അപ്പോൾ ഇനി ഒന്നേ എടുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി കൂടുതൽ വായിച്ചും പോകണം. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം മക്കളെ. അടുത്ത ദിവസം എല്ലാ മക്കളുടെയും പേര് എല്ലാവരും ഞാൻ ഭഗവാനെ അർപ്പിച്ചു. എല്ലാ കമൻസുകളെല്ലാം ഞാൻ അപ്പോഴപ്പോഴും ഭഗവാനെ ഏൽപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്ത് വേണം, എല്ലാവർക്കും ഭഗവാന്റെ ഭക്ത മക്കൾക്ക് എല്ലാം ഈശ്വരൻ്റെ കൃപയും എന്താണ് ആവശ്യങ്ങൾ അതെല്ലാം മനസ്സിൽ ഭാവന ചെയ്യണം മക്കളെ. മനസ്സിൽ ഭാവന ചെയ്താൽ മതി. അപ്പോൾ ഭഗവാൻ അത് കേട്ടോളൂ. നമ്മുടെ ഉള്ളിലിരിക്കുകയല്ലേ ഈശ്വരൻ, നമ്മൾ അറിയാത്തതാ. നമുക്ക് ഇപ്പോൾ ആണ്ട് പ്രസന്ന വിളിച്ച് എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ പരമശിവനെയും മൂന്ന് അതായത് എല്ലാം എൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. എന്തൊരു ആനന്ദമാ അന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമുക്ക് മനസ്സിൽ ചിന്തിച്ചാൽ മതി. അത് അവിടെ ഉള്ളിലായിക്കഴിഞ്ഞു. അല്ലെങ്കിൽ അത് എപ്പോഴും ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞാലേ അറിയത്തുള്ളൂ. നമ്മുടെ എല്ലാ ജീവനിലെയും ഉള്ളിൽ പരമാത്മാവുണ്ട്. ആ ചൈതന്യം അതിന് അരൂപിയാണെങ്കിലും എല്ലാം അറിയാം. അപ്പോൾ നമ്മൾ ഭാവന ചെയ്യുക, ചിന്തിച്ചാൽ മതി. ഭക്തി വേണമെന്നുള്ളതേ ഉള്ളൂ. നിഷ്കളങ്കമായ ഒരു കുഞ്ഞായി ഭഗവാനോട് പ്രേമമാകുന്ന ഭക്തിയിലും അപ്പോൾ പിന്നെ നമ്മൾ തെറ്റുകളൊന്നും ചെയ്യത്തില്ലല്ലോ. തെറ്റ് ചെയ്യുന്നവർക്ക് ഇത് കിട്ടത്തില്ല. ഇത് തെറ്റ് ചെയ്യുന്നവർക്ക് ഭാഗവതം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം, ഇത് സുഹൃതം ചെയ്തതിൻ്റെ ഫലമാണ്. അപ്പോൾ ഭക്തി മാത്രം മതി. ഇനി വലിയ അറിവൊന്നും വേണമെന്നില്ല. ഭഗവാനോട് ആത്മാർത്ഥമായി ഭഗവാൻ മറ്റാരും ആശ്രയമില്ല, അങ്ങ് തന്നെ ഉള്ളു എന്നുള്ള ആ മനോഭാവം എല്ലാം അവിടെ അർപ്പിച്ച് നമ്മൾ ശരണാഗതി അടയുക, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് നമ്മളെ ഭഗവാൻ അവിടെ നമുക്ക് വേണ്ടി പ്രയത്നിക്കുന്നത്. എങ്ങനെയാണ്? നമ്മൾ തന്നെയാണ്, അത് നമ്മൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങും, അത്രയേ ഉള്ളൂ. എല്ലാം നമ്മൾ തന്നെയാണ്. അപ്പം നമുക്കൊന്ന് അല്പം ഒന്ന് പുറന്നോട്ട് പോയാൽ പോലും നമുക്ക് ആ കൃപ എന്നും ഒരുപോലെ നിഷ്ഠയോടുകൂടി നമുക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം, പുറന്നോട്ട് പോകരുത്. മുന്നോട്ട് ഇന്ന് എത്രമാത്രം ഉണ്ട്, അതിനേക്കാൾ അല്പമെങ്കിലും മുമ്പോട്ടേ പോകാം. ഒന്നിന്ന് ജയിച്ച് 2ലോട്ടാണ് കയറേണ്ടത്. ഒന്നിൽ കിടന്നിട്ട് താഴേക്ക് പോകരുത്. അത് നമ്മൾ തന്നെ ചെയ്യുന്ന തെറ്റാണ്. നമുക്ക് നമ്മളോട് ചെയ്യുന്ന തെറ്റാത്. അപ്പോൾ അതിൻ്റെതായ അത് നമ്മുടെ ശരീരത്തിനകത്ത് വ്യാപിക്കും. എങ്ങനെ വ്യാപിക്കും?
വേണ്ടാത്തതായിട്ട് ചിന്തിക്കുമ്പോൾ നീ അസുഖം, ഇപ്പോൾ അസുഖം ഇല്ലാത്ത ആൾക്ക് അസുഖം തോന്നിക്കുന്നത് എന്താ? ആ പവർ നമ്മുടെ ഉള്ളിലില്ല. അപ്പോൾ അവിടെ അതായത് അവിടെ മറ്റ് ദുഷിപ്പാണ് ചിന്തിക്കുക. രക്തഓട്ടം എല്ലാം ശരിക്ക് നന്നായി ഓടി നാടി ഞരമ്പുകളെല്ലാം നന്നാവുമ്പം അതാണ് ആ ചൈതന്യം ഓടുമ്പോൾ എല്ലാം വ്യാപിക്കുമ്പോൾ അത് ഭഗവാൻ പരമാത്മാവാണ്. അത് സർവ്വവും വ്യാപിച്ചിരിക്കുകയാണ്. അത് അകവും പുറവും ഉള്ളതും നമ്മുടെ ഉള്ളം മൊത്തവും നിറഞ്ഞു കവിയുമ്പോൾ എന്ത് അസുഖം മാറും. അത് നമുക്ക് ഓരോ ദിവസം ചെല്ലുന്നതും കൂടി കൊണ്ടുവരണം. നമ്മൾ തന്നെയാണ് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അല്ല ഈശ്വരൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അയ്യോ നമ്മൾ തന്നെയാണ്. ഇപ്പോഴൊക്കെ നമുക്ക് പറയാം ദൈവം. അപ്പോൾ തന്നെ മക്കൾ പറയും അമ്മയെ പ്രാർത്ഥിക്കണേ ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല മക്കളെ. നമ്മൾ തന്നെയാണ് ഉള്ളത്തീർന്ന് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളം പ്രകാശിക്കുമ്പോൾ സർവ്വനാഥി വന്ന് ചേരുന്നതാണ് എന്തും നമ്മൾ ഭാവന ചെയ്ത്. അപ്പം നമ്മൾ തന്നെയാണ് പിന്നെ ഈശ്വരൻ. അവിടെ പ്രത്യേകിച്ച് ഈശ്വരനില്ല, എല്ലാം നമ്മൾ തന്നെയാണ്. അത് നമുക്കതായി തീരുന്നിടത്തോളം നമ്മൾ എന്ത് ചിന്തിക്കും? ഭഗവാനാണ് എന്നെ ഇതൊക്കെ ചെയ്യുന്നതും തരുന്നതൊക്കെ. അങ്ങനൊന്നുമല്ല. ഈശ്വരൻ ചൈതന്യവാനും സ്നേഹവാനും ഒക്കെയാണ്. ഭഗവാൻ ഒരു കർമ്മവും ചെയ്തതായിട്ടില്ല താനും. പരബ്രഹ്മം ഒരു നിഷ്കള പരബ്രഹ്മ വസ്തു, സർവ്വം നിറഞ്ഞിരിക്കുന്ന എല്ലായിടും വ്യാപിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. അത് നമ്മളിലുണ്ട്. നമ്മളതിൻ്റെ ആ ശക്തി, ആ പവർ നമ്മൾ പ്രയോഗിക്കുക. അതെങ്ങനെയാണ് നമ്മളതായി തീരുക? നമ്മളതിനെ പ്രയത്നിച്ച് ആ എല്ലാം ഒത്തു വരുമ്പോൾ അതെല്ലാം നമ്മൾ പ്രവർത്തനം തുടങ്ങും. അപ്പോൾ എനിക്ക് രോഗം വേണ്ട എന്ന് രോഗം വേണ്ട, എനിക്ക് ഇന്നത് വേണം എന്ന് ചിന്തിക്കുമ്പോഴാണ് സംഭവിച്ചിരിക്കും. ഇതാണ് നമ്മൾ തന്നെയാണ് അപ്പോൾ ഈശ്വരനായി മാറുക, അഹം ബ്രഹ്മമായി മാറുക. നമുക്ക് നാമം ചൊല്ലിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഭഗവത് കീർത്തനം കുറച്ച് ചൊല്ലിട്ട് ഇനി അടുത്ത പ്രാവശ്യം ആകട്ടെ എന്നാൽ അതിൻ്റെ ബാക്കി എവിടെ തൊട്ടാണ്? ഉത്തമൻ ദിഗ്ജയ പണ്ട് തൊട്ട് അത് ചൊല്ലി. ഊഢമോദന നായാട്ടിനായി പോകും അവിടെ തൊട്ടാണെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ ഊഢമോദന നായാട്ട് എന്താണ്? ഈ പരീക്ഷിത് മഹാരാജാവ് മധ്യാഹ്നത്തിൽ നായാട്ടിന് പോകുമ്പോൾ കാട്ടിൽ സഞ്ചരിച്ച് ദാഹിച്ച് വലഞ്ഞ് ഒരു ആശ്രമത്തിനടുക്ക ചെല്ലുമ്പോൾ അവിടെ ധ്യാനിച്ചിരിക്കുന്ന ഒരു മഹർഷിയാണ്, മുനിശ്രേഷ്ഠനാണ് അവിടെ കാണും. അത് നമ്മൾ വായിച്ചായിരുന്നോ? എന്തായാലും നമ്മൾ വായിക്കാം. ഊഢമോദേന നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാർത്തി ദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൻ മുനി പ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം. കൃഷ്ണരാമ ഹരി കൃഷ്ണ രാമ ഹരി കൃഷ്ണ രാമ ഹരി കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈ തൊഴുന്നീൻ. അത് നമുക്ക് മനസ്സിലായേ. ധ്യാനിച്ചിരിക്കുന്നു. അദ്ദേഹം ദാഹിച്ച് ചെന്നപ്പോൾ ഉച്ച സമയമല്ലേ, നായാടും കഴിച്ച് ചെന്നപ്പോൾ പരീക്ഷത്ത് ചെന്നത് അവിടെ ഒരു ധ്യാനിച്ചിരിക്കുന്ന ഒരു മുനി എടുക്കില്ല. മുനി അറിയുന്നില്ല. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നു, ആരാ? രാജാവോ? ഇതൊരു കള്ളൻ തന്നെയാണ്, എനിക്ക് വെള്ളം തരാൻ കഴിയത്തില്ല, ഞാൻ രാജാവായിട്ട് ഇദ്ദേഹത്തിനെ കണ്ട് മൈൻഡ് ഇല്ലല്ലോ എന്നൊരു ചിന്ത പോലെ ഇവൻ ദേഷ്യം വന്ന അദ്ദേഹത്തിന്. അങ്ങനെ ഒരു പാമ്പിനെ എടുത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്തിട്ട്. അതാണ് എത്രയും കള്ളനത്രേ മഹായോഗി പോൽ ഇത്ര വെള്ളം കൊടാ ദാഹമുള്ളോർക്കിവൻ യുദ്ധമുള്ളിൽ ക്രുധാ ചത്ത പാമ്പൊന്നെടുത്ത് ഇട്ടവൻ വെയിലേ. കൃഷ്ണരാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വാസുദേവ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈ തൊഴുന്നീൻ. അപ്പോൾ ആ പാമ്പിൻ്റെ എടുത്തിട്ട് കൊടുത്തേ. അപ്പോൾ ഏറ്റവും കോപം വന്ന് ഈ പുത്രൻ കണ്ടുകൊണ്ട് വന്ന്, മഹർഷിയുടെ പുത്രൻ മുനിയുടെ പുത്രൻ കണ്ടുകൊണ്ട് വന്നപ്പോൾ എന്ത് വന്നു? ദേഷ്യം വന്ന് ശാപം കൊടുത്ത്, ധൂർത്തനായിരിക്കുന്ന ഈ ഭൂപനെ, ഈ രാജാവ് ഇത്ര അഹങ്കാരിയാണോ, ധൂർത്തനാണോ? എന്നാൽ അവനെ തക്ഷകൻ 7-ാം ദിനം കടിക്കട്ടെ. അതാണ് ഏറ്റവും കോപം ഉൾക്കൊണ്ടു തൽപുത്രനങ്ങൂറ്റമായൊരു ശാപം കൊടുത്തു ബലാൽ ധൂർധനാം ഭൂപനെ തക്ഷകൻ താൻ കടിച്ചിടും 7-ാം ദിനേ. കൃഷ്ണ രാമ ഹരി. അങ്ങനെ 7-ാം ദിവസം തക്ഷകൻ ദംശിക്കട്ടെ എന്ന് ഈ കുഞ്ഞ് മകന് സങ്കടമായി. പിതാവിൻ്റെ ദേഹത്തല്ലേ, തോളലല്ലേ എടുത്തിട്ടേക്കുന്നത്. ഇത്ര അഹങ്കാരിയായ രാജാവോ, പ്രജകളെ രക്ഷിക്കാനുള്ള രാജാവിന് ഇത് കൊള്ളുന്നതാണോന്ന് ആ കുട്ടി വിചാരിച്ചിട്ട് ഇതൊരു ശാപം കൊടുത്തു. ഐഹികം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നൃപന്നി ക്രിയ. അപ്പോഴേ താൻ പിഴച്ചെന്നു തൽബാലകൻ തൽപുരം പൊക്കുപോൽ. കൃഷ്ണ രാമ ഹരേ. അപ്പോൾ എന്ത് വന്നു?
ലോക ജീവിതത്തിലുള്ള ആഗ്രഹം അവസാനിപ്പിക്കുന്നതിന് ഈശ്വര നിശ്ചയപ്രകാരം സംഭവിച്ചതാണ് ഈ ശാപം. നമ്മൾ ഇതുപോലെ മനസ്സിലാക്കണം. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ വേദനകളോ ദുഃഖ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിച്ചോണം, നമുക്ക് നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ ചെയ്തിരുന്ന കുഞ്ഞു കുഞ്ഞു അടികളാണെന്ന്. കാരണം അല്ലാതെ ഇപ്പോൾ നമ്മളൊരു അമ്മയും അച്ഛനോ നമുക്ക് മക്കളുണ്ട്, മക്കൾ തെറ്റ് ചെയ്യും, അത് ചെയ്യരുതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ എത്രമാത്രം പറഞ്ഞാലും കേൾക്കത്തില്ല. എന്ത് ചെയ്യും? അമ്മയും അച്ഛനൊക്കെ കൊച്ചു കൊച്ചു അടികൾ കൊടുക്കും. അടി കൊടുക്കുമ്പോഴെങ്കിലും നന്നായി ചെയ്യട്ടെന്ന് കരുതും. അപ്പോൾ അങ്ങനെ അതാണ് നമുക്ക് ഇതെല്ലാം ഈ ലോക ജീവിതത്തിൽ തന്നെ എല്ലാം പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം മനസ്സിലാവും. ഈ പ്രപഞ്ചത്തിൽ തന്നെ നടക്കുന്ന തന്നെയാണ് ആധ്യാത്മികവും. അപ്പോൾ അതുപോലെ ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മൾ തന്നെ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. നമ്മുടെ കർമ്മം നേരെ ചൊവ്വേ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉള്ളത്തിൽ പരമാത്മാവ് തന്നെ അത് നമ്മളിൽ കൂടെ പ്രവർത്തിച്ച് ചെറിയ ചെറിയ ദോഷത്തിനെ ഈശ്വരനോട് അടുക്കാൻ വേണ്ടി, ദോഷങ്ങൾ മാറ്റാൻ വേണ്ടി. ഇല്ലെങ്കിൽ അറിയാതെ കിടന്ന് നമ്മൾ നരകത്തിൽ ഇങ്ങനെ ഈ ലോക ജീവിതത്തിൽ നശിച്ചു പോകത്തില്ലേ? നശിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ല മാർഗങ്ങളിൽ കൂടി സഞ്ചരിച്ചിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടി പോകണം. അതിന് വേണ്ടുന്നതിന് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ ഇപ്പം പരീക്ഷത്തിന് വന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഈശ്വരനെ അറിയാൻ പറ്റില്ല. മരണം അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞേക്കുന്ന വിധിപ്രകാരം തന്നെ നടക്കുന്നു. അപ്പോൾ പിന്നെ ഈശ്വരനും വിചാരിച്ചു, എന്നാൽ ഒരു രക്ഷാമാർഗം നേരട്ടെ, അത് അമരത്വമായി തീരട്ടെ. അതിന് എന്ത് വന്നു? ഐഹികം തന്നെയുള്ള ആഗ്രഹമല്ല, ഈ ലോക ജീവിതത്തിലുള്ള സർവ്വതും ആഗ്രഹങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതിന് ഈശ്വര നിശ്ചയപ്രകാരമാണ് സംഭവിച്ചത്. ഭഗവാന്റെ നിശ്ചയപ്രകാരമാണെന്ന് ഇവിടെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ ദുഃഖം, ഈ ശാപം ഇദ്ദേഹത്തിന് വന്നത്. എന്നാലും താൻ ശപിച്ചത് തെറ്റായി എന്ന് മനസ്സിലാക്കിയ മുനികുമാരൻ എന്ത് ചെയ്തു? അപ്പോൾ ദേഷ്യത്തിന് ചെയ്തു പോയി. പക്ഷെ പിന്നെ അദ്ദേഹം ആ കുട്ടി ഓർത്തത് തെറ്റായി പോയല്ലോ, മുനിമാർക്കിത് പറ്റിയതല്ലല്ലോ. എന്നാൽ എന്ത്? അപ്പം രാജധാനിയിലേക്ക് ആളിനെ വിട്ടു. കുട്ടി പോവുകയോ ആരെ പറവിടുകയോ ചെയ്തു. ഒന്നുകൊണ്ടും നമുക്കിന്നി വയ്യാ വിപത്ത്, ഇന്നു തന്നെ വരുത്തേണമേ തൽഫലം. ഇന്നു ഞാൻ നിന്ദ്യനാകാൻ അഹോ കാരണം, കോപശക്തി ബദാ കൃഷ്ണരാമാഹരി. അപ്പോൾ എന്തു വിചാരിച്ചു? ഈ രാജാവ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക, എങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു ചത്ത പാമ്പിനെ മുനിയുടെ കഴുത്തിലിട്ട് കൊടുത്ത് രാജാവിൻ്റെ തൻ്റെ പ്രവൃത്തിയിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആപത്ത് വരുത്തുമെന്ന് തീർച്ചയാക്കുകയും ചെയ്തു. എനിക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പോഴത്തെ ദാഹവും ക്ഷീണവും ഇദ്ദേഹത്തെ കണ്ട് അദ്ദേഹം മൈൻഡ് ചെയ്തില്ല ഈ മുനി. അപ്പോൾ ദേഷ്യം ഉണ്ടായപ്പോഴാണ് അവിടെ കിടന്നൊരു പാമ്പിനെ, അതൊരു വിധിയാണ്, അതൊരു നിമിത്തമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയൊരു ലോകത്ത് ഒരിക്കലെങ്കിലും പരീക്ഷനെ പറ്റി മറക്കും ആരെങ്കിലും? ഇങ്ങനെ ഒരു ശാപം വന്നതുകൊണ്ടല്ലേ നമുക്ക് അയാൾ നിത്യവും ജീവിച്ചിരിക്കുകയല്ലേ. നമ്മൾ എല്ലാവരുടെയും ഉള്ളത്തിൽ ഭാഗവതം വായിക്കുമ്പം പരീക്ഷത്തിനല്ലേ ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്ന ഈ മഹാമുനി, ശ്രീശുഖ മഹാമുനി. അപ്പം നമുക്ക് മനസ്സിലാക്കിക്കൂടെ, അദ്ദേഹത്തിന് വേദവ്യാസ മഹാമുനിയെ പോലെയും ശ്രീശുഖ മഹാമുനിയെ പോലെയും ഈ പരീക്ഷത്തും ഈ ലോകം ഉള്ളിടത്തോളം കാലം, ഈ ഭാഗവതം ഇങ്ങനെ ഉള്ളിടത്തോളം കാലം എപ്പോഴും ഇത് പുതുമയല്ലേ. അപ്പോൾ അദ്ദേഹം നിത്യജീവനെ പ്രാപിച്ചതിൻ്റെ ഉറപ്പല്ലേ. അദ്ദേഹത്തിന് ആരെങ്കിലും മറക്കൂ? വേദവ്യാസ മഹാമുനി ആരും മറക്കൂ? പരീക്ഷനെ അതുപോലെ മറക്കത്തില്ല. അതാ കാരണം ഈ ഒരു ശാപം അദ്ദേഹത്തിന് എത്രമാത്രം വിലവെടുപ്പാണ് വന്നത്. ഇല്ലെങ്കിൽ അയാൾ അറിയാതെ അങ്ങ് മരിച്ചു പോകും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതെന്തൊരു നന്മയാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഓരോരോ എന്തെങ്കിലും ചെറുതായും വലുതായും വരുന്ന ദുഃഖമോ ദുരിതങ്ങളൊക്കെ നമ്മുടെ നന്മയ്ക്കാണ്. നമ്മുടെ നിത്യജീവനെ ഒരു ഭക്തന് അല്ലാത്ത ഒരു ഭക്തനെ ഭഗവാൻ ഇങ്ങനെ ഓരോ നിമിത്തങ്ങൾ നിശ്ചയപ്രകാരം, ഭഗവാന്റെ നിശ്ചയപ്രകാരം ചെയ്യും. കാരണം എന്താ? ഈ കുട്ടിയെ ലോകം മൊത്തം അറിയണം, ഈ കുട്ടി നിത്യജീവനെ പ്രാപിക്കണം. ഈ ലോകമുള്ള കാലം മൊത്തവും ഈ കുട്ടിയെ എല്ലാവരും അവരുടെ ശരീരം പോയാലും ഇത് അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ അറിയുന്നത് പോലെ അങ്ങനെ ഓരോ വ്യക്തി നമുക്ക് ഇന്നും ഒരുപാട് മഹാത്മാക്കൾ നമുക്ക് അറിയാം. അതുപോലെ ലോകമുള്ള കാലം മൊത്തവും ഇത് ഇങ്ങനെ അറിയണം. അപ്പോൾ പരീക്ഷിത മഹാരാജൻ ഇങ്ങനെ നന്മ ചെയ്യാൻ ഇങ്ങനെ യോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ദുഃഖത്തിലേക്ക് നിമിത്തം വന്നത്. അപ്പോൾ നമ്മൾ എന്ത് കരുതണം? ഒരു ദുഃഖം നല്ലതാണ്. അത് നമ്മൾ ചിലർ പറയും, എനിക്ക് എന്തായാലും ദുഃഖം. പക്ഷെ നമ്മൾ അതിൽ കൂടി ഒന്ന് ഈശ്വരനെ അറിഞ്ഞു നോക്ക്, എത്ര പവറായിട്ട് വരും, അത് എത്ര ശക്തിവത്തായിട്ട് വരും, നമുക്ക് എത്രമാത്രം ആനന്ദം ഉണ്ടാക്കി തരും. ഒരു ചെറിയ ഒരു നിമിത്തം എന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ വന്നാൽ അത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോഴും എനിക്കൊന്നും ഇത് തന്നെ എന്നുള്ള ഒരു മനസ്സുകൊണ്ട് ഇങ്ങനെ ആ മനസ്സിനെ നേരെ ഓപ്പോസിറ്റാക്കി അതിൽ ആനന്ദം കണ്ടെത്തൂ. എനിക്ക് തന്ന ഈ ഒരു വേദന എൻ്റെ ഉടയമ്പരം തന്ന വേദനയാ, അതിൽ കൂടി എനിക്ക് കരകയറാനാണ്. ഈ സംസാര സാഗരത്തിൽ നിന്ന് ഈ ദുരിതാബ്ദത്തിൽ നിന്ന് കരകയറിപ്പോയി ഈശ്വരനിലേക്ക് അടുക്കാനുള്ള വഴിയാണെന്ന് നമ്മൾ ചിന്തിച്ച് ആനന്ദത്തോടെ ഇരുന്ന് ഈശ്വരനെ ഭജിച്ചു നോക്ക്.
അറിയാം. അപ്പോൾ അതിൻ്റെ നമുക്ക് എത്രമാത്രം ഉയർച്ച വളരണം കണ്ണാ, എനിക്ക് വളരണം കണ്ണാ, നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വളർന്നു വരണം. അല്ല വളരണമെന്നും പറഞ്ഞിട്ട് ചുമ്മാ കുത്തിരുന്ന കിട്ടത്തില്ല. നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത്. എന്തിനും വളർച്ച ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ദ്യനാവാനുള്ള കാരണം ഈ പരിഷത്ത് അപ്പോഴും വിഷമിച്ചു, ഞാൻ തെറ്റായി പോയല്ലോ, ഈ ഈ പ്രവൃത്തി ചെയ്തു, അങ്ങനെ ദുഃഖിച്ച്. എന്നാലും ഞാൻ നിന്ദ്യനായിത്തീരാനുള്ള കാരണം എൻ്റെ അഹങ്കാരം കൊണ്ടാണ്. ഇവിടെ അദ്ദേഹം അങ്ങനെ അഹങ്കാരം കൊണ്ടാണ് അത് വന്നതെങ്കിലും അദ്ദേഹത്തിന് നന്മയായി ഭവിച്ചു. എത്രമാത്രം എന്നെങ്കിലും അദ്ദേഹത്തിനെ ആരെങ്കിലും മറക്കൂ? എത്രമാത്രം നന്മയാണ് അത് ഭവിച്ചത്. അതുകൊണ്ട് അദ്ദേഹം അപ്പോഴത് ചിന്തിച്ചെങ്കിലും അദ്ദേഹത്തിന് അത്രത്തോളം ഈശ്വരനിലേക്ക് അടുക്കാൻ പറ്റി, മോക്ഷത്തിലേക്ക് കടന്നു. ഇന്നും എല്ലാവർക്കും അറിയാം. സത്യം കറണ്ട് പോയി. ഞാൻ ഇങ്ങനെ ഓരോ സത്യങ്ങൾ എല്ലാം സത്യമാണ് പറയുന്നത്. അപ്പോഴെല്ലാം കറണ്ട് ഇങ്ങനെ പോകും. കറണ്ട് വന്ന് അപ്പോൾ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിന് ഇത് നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. നമ്മൾ നമ്മളിത് നമുക്ക് പഠിക്കാനായതല്ല, നമുക്ക് ഇത് മനസ്സിലാക്കണം മക്കളെ. അതുകൊണ്ട് ഇദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? ഓർത്തിവണ്ണം തപിക്കും ദുഃഖിച്ചു. ഇത് ഓർത്തോർത്ത് ഞാനിങ്ങനെ ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ ഓർത്തിവണ്ണം തപിക്കും വിധോ ഭൂമിപൻ രാജാവ് ശാപമാകർണ്യ കർണാഗതം തൽക്ഷണം തീർത്തുവച്ചാൻ ത്രിലോകത്തിലുള്ള ആഗ്രഹം പാർത്ഥവംശോദ്ഭവൻ കൃഷ്ണരാമാഹരി. അങ്ങനെ ദുഃഖപ്പെട്ടു. എന്താ കഷ്ടമായി പോയല്ലോ. അങ്ങനെ വിചാരിച്ച് ദുഃഖിച്ച് രാജാവ് ഉടനെ തന്നെ എന്ത് ചെയ്തു? എന്തായാലും 7-ാം ദിവസം ഈ ഒരു ശാപം വന്നു ചേരും. അതുകൊണ്ട് ഈ മുനികുമാരൻ ശപിച്ച വൃത്താന്തമെല്ലാം അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം ഇത് അയാൾ വിഷമിച്ചിരുന്നു, ഞാൻ തെറ്റായി പോയല്ലോ എന്ന് ദുഃഖിച്ചിരുന്നെങ്കിലും അതുപോലെ തന്നെ ഈ മുനികുമാരൻ ശപിച്ച അപ്പോഴാണ് അറിയുന്നത്. ദുഃഖിച്ചപ്പോൾ തന്നെ ആ വൃത്താന്തം അങ്ങനെ അറിഞ്ഞു. ഇങ്ങനെ 7-ാം ദിവസം ഇങ്ങനെ ശപിച്ചിട്ടുണ്ടോ എന്നുള്ള വൃത്താന്തം അറിഞ്ഞു. അപ്പോൾ എന്ത് വന്നു? പാണ്ഡവ വംശത്തിൽ ജനിച്ച അദ്ദേഹത്തിന് എന്താ പാണ്ഡവവംശ പഞ്ചപാണ്ഡവന്മാർ അർജുനനും നകുല സഹദേവനും ഭീമനും യുധിഷ്ഠിരനും ഇങ്ങനെയുള്ള 5 പേർ, അർജുനനും ഇങ്ങനെയുള്ള 5 പേരിൽ അർജുനൻ്റെ കൊച്ചുമകനാണ് ഈ പരീക്ഷത്ത്. അതുകൊണ്ടാണ് പാണ്ഡുവിൻ്റെ മക്കൾ പാണ്ഡവ വംശത്തിൽ ജനിച്ച ഈ ആ പരീക്ഷത്തിന് അപ്പോൾ തന്നെ 3 ലോകങ്ങളിലുമുള്ള ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചു. 7-ാം ദിവസം ഇങ്ങനെ ഒരു ശാപം കിട്ടിയെന്നുള്ള അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അയാൾ അവിടെ വിഷമിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം അതിനുവേണ്ട പോംവഴി കണ്ടുപിടിച്ചു. അങ്ങനെ എന്താ പോംവഴി? ലോകത്തിലുള്ള സർവ്വ ആഗ്രഹങ്ങളും വെടിയണം, ഈശ്വരനിലേക്ക് തന്നെ എത്തണം. എന്തായാലും മരണം ഉറപ്പാണ്. അപ്പോൾ നേടേണ്ടത് നേടണ്ടേ? അത് 7 ദിവസമല്ലേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം മനഃപൂർവ്വം എല്ലാം ഉപേക്ഷിച്ചു. എങ്ങനെയിട്ട് രാജ്യത്തിൻ്റെ അവകാശങ്ങളെല്ലാം മകനെ ഏൽപ്പിച്ചു. എല്ലാം ഭാര്യയും മക്കളും രാജ്യവും എല്ലാം ഉപേക്ഷിച്ചിട്ട് അയാൾ അടുത്തത് എന്തുവാ? ഔരസേ വച്ചു ഭൂരക്ഷയാം ഭാരവും മാനസേ വച്ചു ഗോവിന്ദ പാദാബ്ജവും ചാരുഗംഗാതടം പുക്കിരുന്നിടിനാൻ ചേരുവാൻ തൊൽപദം കൃഷ്ണരാമാഹരി. ഭഗവാനിൽ ചേരുവാൻ, ആ ഭഗവാന്റെ പാദത്തിൽ ചേരാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്താ ശാപഗ്രസ്തനായ ഈ പരീക്ഷത്ത് രാജാവ് രാജ്യഭരണം സംബന്ധിച്ച ഭാരങ്ങളെല്ലാം അതൊരു ഭാരമല്ലേ? അയാൾക്ക് ഈശ്വരനെ ആരാധിക്കാൻ പറ്റുന്നില്ല. ഭാരം കാരണം ഒരു ഉത്തരവാദിത്വം ഒരു സ്വന്തം അച്ഛനും അമ്മയ്ക്കും 2 മക്കളുണ്ടായ ഭാരമാണ്. ഒരു ഭാര്യയും 2 മക്കളെ നോക്കാൻ ഇന്നത്തെ ലോകത്ത് ഭയങ്കര ഭാരമാണ്. ആ ഭയങ്കര ഭാരമുള്ള സമയത്ത് ഇദ്ദേഹം ലോകം മൊത്തം പ്രജകളെ വേണ്ടുന്ന രീതിയിൽ നന്നാക്കി എടുക്കുകയൊക്കെ വേണമെങ്കിൽ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണേ എത്രമാത്രം ഉത്തരവാദിത്തമാണ്. അദ്ദേഹം എന്ത് തീരുമാനിച്ചു? ഇതെല്ലാം ഭാരമല്ല, എന്ത് ചെയ്തു? സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു. എന്നിട്ട് മനസ്സ് എന്ത് ചെയ്തു? ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ, ശ്രീകൃഷ്ണൻ ആരാ? പരമാത്മാവാണെന്ന് മനസ്സിലാക്കണം. ഭഗവാൻ നാരായണൻ കൃഷ്ണൻ പരമാത്മാവാണ്, ചൈതന്യമാണ്, അരൂപിയാണ്. ആ ഭഗവാനിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഭഗവാന്റെ പാദത്തിൽ അദ്ദേഹം ഉറപ്പിച്ചുകൊണ്ട് പാദങ്ങൾ ലയിക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഗംഗാതീരത്ത് ചെന്നു. അദ്ദേഹം ഇനിയും മുന്നോട്ടില്ല, ഈ ലോകം എനിക്ക് തീർന്നു, എല്ലാ ആഗ്രഹവും നശിച്ചു, എനിക്കിനി മുന്നോട്ട് എന്താ വേണ്ടത്? ഈ ലോകമല്ല വേണ്ടത്, എനിക്കിനി ഭഗവാന്റെ പാദത്തിൽ തന്നെ ഇരുന്ന് അങ്ങ് അവിടേക്ക് ചേർന്ന് ലയിക്കണം, ഈശ്വരങ്ങളിൽ ലയിക്കണം. ഇതാണ് ഒരു ഭക്തൻ വിചാരിക്കേണ്ടത്. ഈ ചിന്ത നമുക്ക് വേണം. നമുക്കും ഇത് പഠിക്കാനാണ്. അല്ലാതെ ഇനിയിപ്പം പരീക്ഷ മഹാരാജാവിനെ കിട്ടേണ്ടത് കിട്ടി, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ നാമം ചെല്ലണ്ട. നമുക്ക് വേണ്ടി നമ്മളിത് മനസ്സിലാക്കണം. ഈ തന്നേക്കുന്നത് ഓരോരുത്തർക്കും വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കും പരീക്ഷത്തിനെ പോലെ ആകണം, എനിക്കും ഇതെല്ലാം ഇട്ടെറിയണം. എങ്ങനെയാ?
എറിയുക എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ തന്നെ ഇരുന്നും കൊണ്ട്, പക്ഷേ ഭ്രമം ആയിക്കൂടാ. എൻ്റെ വീട്, എൻ്റെ കുഞ്ഞുങ്ങൾ, അത് കഴിഞ്ഞേ എനിക്കുള്ളൂ എല്ലാം എന്ന് ചിന്തിച്ചൂടാ. ഭഗവാൻ കഴിഞ്ഞേ ഇതൊക്കെ ഉള്ള അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഇതെല്ലാം പുറക്ക മതി. മുൻഗണന പരമാത്മാവിന് കൊടുക്കാണ്ട്. ഇപ്പം നമുക്ക് അറിയാം, നമ്മുടെ വീട്ടിലൊരു അതിഥിയെ നമ്മൾ വിളിച്ച് ഒരു ഭക്തനായ ഒരു മഹാത്മാവിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒപ്പം ഇരുത്തി നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്ന കൂട്ടത്തിലാണോ അദ്ദേഹത്തിന് ആഹാരം കൊടുക്കേണ്ടത്? അദ്ദേഹത്തിനെ നന്നായി സൽക്കരിച്ച് ഉത്തമമായിരിക്കുന്ന പീഠത്തിൽ തന്നെ ഇരുത്തി നന്നായിട്ട് സൽക്കരിച്ച് പാദപൂജകൾ ചെയ്ത് എല്ലാം ചെയ്തിട്ട് വേണ്ടേ അദ്ദേഹത്തിനെ ഒന്നാമതായിട്ട് ഇരുത്തി വേണ്ടേ അദ്ദേഹത്തിന് കൊടുക്കാൻ? പിന്നല്ലേ മറ്റുള്ളവരെ ചെയ്യാവൂ. ഇവിടെ ഇന്ന് ലോകത്ത് ഇതെന്താ നേടാൻ പറ്റാത്തവർക്കും എല്ലാവരും ചെയ്യുന്ന, ഭഗവാൻ ഒരറ്റത്ത് എവിടെയും ഒരു മുറിയിൽ വെച്ചേക്കുവാണ്. ഭഗവാൻ അവിടെ തന്നെ ഇരിക്കുന്നത്. ഈ പ്രപഞ്ചം നിറഞ്ഞൊന്നും ഇരിക്കുകയില്ല. ഒരു വിഗ്രഹത്തിലിരിക്കുക, അതൊരു മുറിയിലിരിക്കുക, ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. നമുക്കിവിടെ അരിയും കറിയൊക്കെ വേവിച്ച് മക്കളെയും വളർത്തി ഭർത്താവിനെ നോക്കി എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒടുക്കം കൊടുക്കും ഭഗവാന്. എന്തെന്ന് ആലോചിച്ച് നോക്ക്. ഒടുക്കം വെച്ചാൽ രാത്രിയാകും, സന്ധ്യയാകും. അതുവരെ ഇവിടെ ഭയങ്കര ഭരണമാണ്. ജനങ്ങൾക്ക് വരുന്നവർക്കും പോകുന്നവർക്കും മക്കൾക്കും എല്ലാം വീതിച്ച് അതും ഇതും വേവിച്ചും ചായയും ഒക്കെ എല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഒടുക്കം ഭഗവാൻ ഇവിടെ ഉണ്ടോ? മുറിയിലിരിക്കുക, വിഗ്രഹത്തിലിരിക്കുക ദൈവം. ചെന്ന് ഇവിടെ ഒന്നും നടന്നില്ല കണ്ണാ, ഇപ്പോൾ വെച്ച് വിളക്ക് കത്തിയ സമയം ഇപ്പോഴേ ആയുള്ളൂ. എന്തൊരു കഷ്ടമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈശ്വരനെ മുന്നേ ചിന്തിക്കാതെ എടുക്കാത്ത ഒരു വീട്ടിൽ ഭഗവാൻ അവിടെ നിറഞ്ഞിരിക്കുമോ? നമ്മുടെ ഉള്ളത്തിലിരിക്കുമോ? നമ്മുടെ ഭവനത്തിലിരിക്കുമോ? ഒരിക്കലും ഇരിക്കത്തില്ല. നമുക്ക് എല്ലായിടും ഇരിപ്പുണ്ട്, പക്ഷെ നമ്മൾ അറിയത്തില്ല. ഭഗവാൻ വേറെ പണിയുണ്ടെന്ന് പറയും. അപ്പം നമ്മൾ വിളിക്കുമ്പോൾ കേൾക്കത്തില്ല. നിങ്ങൾ എല്ലാവരുടെയും കഴിഞ്ഞിട്ട് എനിക്ക് എച്ചിലല്ലേ തരുന്നത്? കാരണം കൊടുക്കുന്ന എച്ചിലാ. നമ്മൾ ആദ്യം തന്നെ ഭഗവാനെ നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ മുമ്പേ നമ്മുടെ ദേഹശുദ്ധിയെല്ലാം ചേർത്ത് ഈശ്വരനോട് ഒന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനെ ഇന്ന് ഇത്രയും ഭഗവാൻ രക്ഷിച്ചു, രാത്രി നല്ല സുഖമായ ഒരു ഉറക്കം. ഇന്ന് കാര്യം പറയുന്ന സമയം ഒരുപാട് പോയല്ലോ ദൈവമേ, ഇന്നിത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തോ പറയാം, ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ലക്കില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തോ പറഞ്ഞുകൊണ്ടെന്നേ. അപ്പം നമ്മൾ ഒന്നാമതേ ഭഗവാനെ തന്നെ നന്നായി ഭഗവാനെ ആ ധ്യാനമുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാളിൻ്റെ ഒരു മൂലയിലോ എവിടെയാണ് ഭഗവാൻ വിളക്കത്തിക്കുന്നത്, ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ അവിടെ പോയി ഭഗവാനെ, ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണെങ്കിൽ പോലും നമ്മൾ ഒരു ഭാഗത്ത് ഭഗവാൻ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ, നമുക്ക് എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, ഒരു വിളക്കായാലും മതി അവിടെ, അല്ലെങ്കിൽ നമുക്ക് നിൽക്കുന്നിടത്തായാലും മതി, എണീക്കുമ്പോൾ ഇരുന്ന കട്ടിലായാലും മതി. ഭഗവാനെ ഒന്ന് ചിന്തിച്ച് ഈശ്വരനെ ഒന്ന് ആരാധിച്ച് ഭഗവാൻ നമ്മുടെ ഉള്ളിലോട്ട്, പ്രത്യേകിച്ച് ഒരു മുറിയിൽ വേണമെന്നില്ല, നമ്മുടെ ഉള്ളിൽ അങ്ങ് ഇരുത്തിയാലും മതി. ഭഗവാനെ ഇന്ന് ഇത്രയും ആയി, ഇന്നലെ രാത്രി സുഖമായ നിദ്രയായിരുന്നു, ഇനിയും അങ്ങനെ തന്നെ ആകണേ ഭഗവാനെ, നീളം നിൽക്കണമേ, സുഖമായി ഇരിക്കണമേ ഭഗവാനെ എന്നുള്ള ചിന്തയോട് പ്രാർത്ഥിച്ച് ഇത്രയും ഞങ്ങളെ അനുഗ്രഹിച്ച് തന്നു, ഇതുവരെയും തന്നതിന് നന്ദിയും പറഞ്ഞ് സുഖമായ കാര്യങ്ങളെല്ലാം പറഞ്ഞും കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ ഈശ്വരനെ മുന്നേ കൊടുത്തു. ഒന്നും അല്ലാതെ കൊടുക്കണ്ട. മനസ്സുകൊണ്ട് സുമാല്യം നല്ല മനസ്സാകുന്ന മാല്യം പുഷ്പം ഭഗവാന് കൊടുത്താൽ മതി. അല്ല കിണ്ടിയും വെക്കണ്ട, വെള്ളവും വെക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഈ ഒരു ഹൃദയത്തിലേക്ക് ഭഗവാനെ ഇരുത്തി ആ മനസ്സുകൊണ്ട് അർപ്പിക്കുക. എല്ലാം പുഷ്പമായിരിക്കുന്ന ആ മലര്, നമ്മുടെ മനസ്സാകുന്ന മനമലർ ഇതങ്ങോട്ട് കൊടുത്ത് ഭഗവാനെ ധ്യാനിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യൂ. അപ്പോൾ നമ്മൾ ഒന്നാമത് തന്നെ ഭഗവാനെ ആദരിച്ചു, ബഹുമാനിച്ചു, ഭഗവാന് മനമലരും കൊടുത്തു. പിന്നെന്ത് വേണം? പിന്നെ നമുക്ക് രണ്ടാമത് മറ്റെന്തും ചെയ്യാം. അതിപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. 1 മിനിറ്റെങ്കിലും അങ്ങനെ ആവട്ടെ. അത് മുന്നേ കൊടുത്തില്ലെങ്കിൽ ഒടുക്കം വന്ന് കൊടുത്താൽ ഭഗവാൻ അത് ഉച്ഛിഷ്ടമാ മക്കളെ. നമ്മൾ എല്ലാ കാര്യവും നേടി എല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെയും വിട്ട് എല്ലാം വിട്ട് പിന്നെ പോകും പ്രാർത്ഥിക്കാൻ. അത് തെറ്റാണ് ചെയ്യുന്നത്. അങ്ങനല്ല. നമ്മൾ ആദ്യം തന്നെ ആ ആദ്യ പൂജ്യനായിരിക്കുന്ന, ആദ്യ നായകനായിരിക്കുന്ന, ആദ്യ പിതാവായിരിക്കുന്ന ആ ഭഗവാൻ ആദ്യ നായകനാണ്. അദ്ദേഹത്തെ നന്നായി സൽക്കരിക്കണം. എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഭാഗവതം വായിച്ചില്ലേലും വേണ്ടിയല്ല. അപ്പോൾ നമുക്ക് ഭാഗവതം ഇത്രയും മതി. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം ബാക്കി നാമങ്ങൾ. അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഓർത്ത് ഇരുന്ന് എല്ലാം അദ്ദേഹത്തിൻ്റെ മകനെ ഏൽപ്പിച്ചു എന്നാണ്. മറന്നു പോകാൻ ഇവിടം വരെ വായിച്ചത്. എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി ബാക്കി കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് അത് മാത്രം 2 ദിവസം ഒന്നങ്ങ് ഇട്ടുപോയി. അത് ഞാൻ അറിയുന്നില്ല. ഇന്നൊരു മകൾ വിളിച്ചപ്പോഴായിരുന്നു ഇങ്ങനെയൊക്കെയാ പലതും ഇടുമ്പം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇടും. കൈ ഒന്ന് ടച്ച് ചെയ്ത് അപ്പുറം ഇപ്പുറം ആയിപ്പോയാൽ വീഡിയോ അല്ലെങ്കിൽ അപ്പോഴും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നപ്പോൾ അത് അന്ന് മറന്നുപോയി. ഗോപസ്ത്രീയുടെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഉദ്ധവർ എന്താ പറഞ്ഞത്? കാമനിമാരാ നിങ്ങൾക്കൊക്കെയും സഫലമാ.
അത്രത്തോളം പരമാത്മാവിൽ അവർ അത്ര ആഗ്രഹിക്കുന്നു. ഭഗവാനുള്ള ആഗ്രഹം അവർ അങ്ങനെ, വേറെ ഒന്നും അവർക്ക് ചിന്തയില്ല. അതുകൊണ്ട് എന്ത് വന്നു? കാമതനായ കൃഷ്ണൻ തന്നിലെ ഇന്ന് ഈ വണ്ണം ചേതസി ഭക്തി വർദ്ധിച്ചിടുക മൂലം നൃണാം പൂതമാനസരായി നിശ്ചല ഭക്തി മൂലം ലോകവാസികളിൽ വച്ച് ഉത്തമരായി നിങ്ങൾ. അപ്പോൾ അവർ ലോകവാസികൾ, ഇവിടെ ലോകത്ത് എത്രമാത്രം ജനങ്ങളുണ്ടോ അതിൽ വെച്ചെല്ലാം അവർ ഉത്തമരായി. ലോകത്തിൽ ഇതിന് മീതെ മറ്റ് സാധിപ്പാനില്ല. ഇത്രയും ഭക്തി മാത്രം മതി. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൽ വെച്ച് നിങ്ങൾ ഉത്തമരാണ്. ഇതിൽ മീതെ നിങ്ങൾക്ക് മറ്റാർക്കും ഇത് വരുത്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു കാര്യം മറ്റാർക്കും ഇതിൽ മീതെ നിങ്ങൾക്ക് കിട്ടാൻ ഒന്നും തന്നെ ഇല്ല. ഭഗവാനുള്ള ആ സ്നേഹം വർദ്ധിച്ചതുകൊണ്ടും ഭക്തി വർദ്ധിച്ചത് ഇത്രയും നിശ്ചല ഭക്തിയാണെന്ന്. അത് പൂതമാനസരം, നിങ്ങൾ പരിശുദ്ധരായി. ഈ പരിശുദ്ധതയാണ് വേണ്ടത്, ഒരു ഹൃദയശുദ്ധിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നിശ്ചലമായിരുന്ന ഭക്തിയുണ്ട്. അപ്പോൾ എന്ത് വന്ന് ഈ ലോകവാസികൾ വെച്ച് ഉദ്ധവർ നോക്കിയപ്പോൾ എന്താ, ആരിൽ വെച്ചും ഇവർ മെച്ചം, ഇവർ ഉത്തമരാണ്, അവർ നിശ്ചല ഭക്തിയുള്ളവരാണ്, അവർ ശുദ്ധ ഹൃദയമുള്ളവരാണ്. അതുമാത്രം മതി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്മീതെ ഒന്നും സാധിപ്പാനില്ല. അദ്ദേഹത്തിന് പോലും കിട്ടാത്ത ഭാഗ്യം. ഇത്തരം എൻ്റെ മതം ഉത്തമമെന്ന് നിങ്ങൾ ചിത്തത്തിൽ അറിയണം. ഇത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ എന്തിനു ദുഃഖിക്കുന്നു? നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം ഈ ലോകത്തിൽ ആർക്കും തന്നെ ഇല്ല. ഇത്രയും ഭാഗ്യമുള്ള നിങ്ങൾക്ക് ഇനി ഇതിന്മേൽ കിട്ടാനും ഒന്നുമില്ല. ഇത്രയും ഭക്തി നിങ്ങൾക്ക് വർദ്ധിക്കാൻ വേറെ ആർക്കും ഇതുപോലെ കിട്ടത്തില്ല. നിങ്ങൾക്കത് കിട്ടിയത് എത്രമാത്രം നിങ്ങൾ പൂതമാനസരായി, നിങ്ങൾ നിശ്ചല ഭക്തിയോടുകൂടി നിങ്ങൾ പരിശുദ്ധമായി തീർന്നു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് നിങ്ങളെ ഉള്ളത്തിൽ അറിയണം. ഇനിയും കേട്ടുകൊള്ളുക. ഇനിയും ഞാൻ പറയാം നിങ്ങളെപ്പറ്റി. മാനസം കൃഷ്ണൻ തങ്കൽ ചേർന്ന് നിൽപ്പതിനായി ദാന യജ്ഞാതി സർവം ചെയ്തിടുന്നതിന് സാരം ഇത്തരം ഒന്നും ചെയ്തിടാതൊരു നിങ്ങൾക്ക് ഉള്ളിൽ ഇത്തരം ഭക്തി വന്നതും എത്രയും അത്യത്ഭുതം. മനസ്സ് ഭഗവാന് തന്നെ ചേർന്ന് നിൽക്കാൻ എന്ത് ചെയ്യുന്നു ലോകത്തെല്ലാവരും? ദാനം, യജ്ഞം, എന്തൊക്കെയാ തീർത്ഥസ്നാനങ്ങൾ ചെയ്യും, ഇങ്ങനെ കുളിച്ചു തൊഴാൻ എന്തെല്ലാം ഈ ലോകത്ത് ചെയ്യുന്ന ഈ മുനിമാരൊക്കെ തന്നെ ചിന്തിക്കണം നമ്മൾ. അത് പ്രഹ്ലാദസ്തുതിയിൽ കിടപ്പുണ്ട്. എന്താ പറയുക, ഭഗവാനെ തേടി അലയുന്നു എല്ലാ മുനിമാർ പോലും. സാക്ഷാൽ പരബ്രഹ്മമൂർത്തി സർവാത്മകൻ മോക്ഷത്തിന് എങ്ങും പരിപൂർണനാണെന്നത് ഉള്ളിൽ അറിയാതെ മാമുനിമാർ മറ്റുള്ളവരെ തിരയുന്നു പരബ്രഹ്മം. നമ്മുടെ ഉള്ളിലുണ്ട് സർവം, പൂർണ്ണമായി സർവം എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഈ മുനിമാർ പോലും അറിയുന്നില്ല. എവിടൊക്കെയോ ദൂരസ്ഥലങ്ങളിലും വൃന്ദാവനത്തിലും അമ്പലത്തിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നു. പക്ഷെ ഉള്ളത്തിൽ അറിഞ്ഞാൽ പിന്നെ ഇവിടെ കാണാൻ പോകണോ? നമ്മുടെ ഉള്ളിൽ വൃന്ദാവനമുണ്ട്, ദ്വാരകയുണ്ട്, ഗുരുവായൂരപ്പൻ്റെ ആ ക്ഷേത്രം നമ്മുടെ ഉള്ളത്തിലുണ്ട്, എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് അറിയാതെ കണ്ട് ഈ പരബ്രഹ്മമൂർത്തി സ്വന്തം സാക്ഷാൽ പരബ്രഹ്മമൂർത്തി സർവ ആത്മകനാണ്, സർവത്തിനും ആത്മാവായിരിക്കുന്ന ഭഗവാനിൽ നമ്മുടെ ഉള്ളത്തിലും അതുപോലെ ഉണ്ടെന്ന തിരിച്ചറിവില്ലാതെ എവിടെയൊക്കെ കറങ്ങി വനത്തിലാണോ, അമ്പലത്തിലാണോ, മലയിലാണോ, ഏത് ഗുഹയിലാണോ, ഇങ്ങനെ സർവ്വോടും തിരക്കി നടക്കുക. സ്വന്തം ഉള്ളിലിരിക്കുന്നെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഇവിടെ മാനസം കൃഷ്ണൻ തങ്ങൾ ചേർന്ന് നിൽക്കാൻ ഇങ്ങനെ മുനിമാർ പോലും മനസ്സിനകത്ത് ഉള്ളത്തിൽ ഭഗവാനെ ചേർന്ന് ലയിക്കാൻ അഹം ബ്രഹ്മാസ്മിയായി മാറാൻ എന്ത് ചെയ്യുന്നു? ദാനം, യജ്ഞം സർവ്വതും ചെയ്തിടുന്നതിന് സാരം ഇത്തരം ഒന്നും ഈ വക കാര്യങ്ങളൊന്നും ആര് ചെയ്തില്ല? ഈ ഗോപസ്ത്രീകൾ. അവരെന്താ ചെയ്തത്? നിശ്ചല ഭക്തി, ഭഗവാനോട് പ്രേമമാകുന്ന ഭക്തി, ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ ആ ഒരു ആനന്ദ നിർവൃതി ഇവർക്കുണ്ടാകുന്നത്. ഭഗവാൻ അവർക്ക് ഒന്നിച്ച് നിന്ന സമയത്ത് അവർക്ക് രാസക്രിയുടെ കൂടെയും എല്ലാം ബ്രഹ്മാനന്ദം ലയിപ്പിച്ചു. അത്ര ആനന്ദത്തിൽ ആറാടിപ്പിച്ചു അവർ പരമാത്മ ചേർന്ന് ലയിച്ചു. അവർ ഒരു യജ്ഞവും ചെയ്തില്ല, ഒരു ദാനവും ചെയ്തില്ല. ഭഗവാൻ അവർ ചേർന്ന് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് കൃഷ്ണനിൽ തന്നെ ചേർന്ന് നിൽപ്പാനായി. അപ്പോൾ അവരുടെ മനസ്സ് അങ്ങനെ വന്നു. എന്നാൽ ഒരുപാട് പേര് ദാനവും യജ്ഞവും സർവ്വം ചെയ്തിരുന്നതിന് സാരം എന്താ? ഇത്തരം ഒന്നും ചെയ്തിടാതെ നിങ്ങൾക്ക് ഇതൊന്നും ഇവർ ചെയ്തിട്ടില്ല, ഭക്തി മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉള്ളവർക്ക് ഇത്തരം ഭക്തി വന്നത് എത്രയും അത്യത്ഭുതം. അപ്പോൾ ഒരുപാട് ശ്രേഷ്ഠരായ എല്ലാവർക്കും മനസ്സിലാവും, ഇത് വലിയ ശ്രേഷ്ഠനോ എന്നൊക്കെ നമുക്ക് തോന്നും. അത്ര ആണ് എന്താ ശരീരത്തിൽ രുദ്രാക്ഷവും അതും ഇതുമൊക്കെ ഉണ്ട്. പക്ഷേ ഭഗവാൻ ഭക്തി ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയൂ. അദ്ദേഹം എവിടെ പോവുക? ഇത് ഇട്ടുകൊണ്ടൊക്കെ കാവ്യ കൊടുത്ത് എവിടേക്കോ അലയുക, എവിടെയോ ഭഗവാൻ എവിടെയോ ആണെന്ന് കരുതി, ഉള്ളത്തിലിരിക്കുന്ന ഈശ്വരനെ അറിയാതെ.
ഇവരാണെങ്കിലോ ഒരു ദാനവും ഈ ലോകത്തിലെങ്ങും ചുറ്റിക്കറങ്ങിയതോ അമ്പലത്തിൽ പോയി എടുക്കുകയോ ഒന്നും ചെയ്യാതെ അവർ അഥവാ പോയാൽ നദീതീരത്ത് പോയി അമ്മേ ദേവിയുടെ ഇത് വെച്ച് ഭഗവാനെ കാർത്യായനി ഭഗവാനെ തന്നെ കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന അതൊക്കെ അവർ ചെയ്യുള്ളൂ. അത് അല്ല അവർ ദൂരെ എങ്ങും തേടി നടക്കൂല. അങ്ങനെ അവർ ഇതെല്ലാം ഇവരൊക്കെ ഇത്രയും ഭക്തി വർദ്ധിച്ച് ഭഗവാനോടെ ഉള്ളത്തിലായത് എന്തൊരു അത്ഭുതം! ഇത് ആര് പറയോ ഉദ്ധവർ. അതുകൊണ്ട് ദാനവും യജ്ഞവും സർവവും ഒന്നും ചെയ്യുന്നു പലരും. എന്നാൽ നിങ്ങളോ ഇത്തരം ഒന്നും ചെയ്തിടാതെ നിങ്ങളുടെ ഉള്ളത്തിൽ ഇത്തരം ഭക്തി വന്നത് എത്രയും അത്യത്ഭുതം. നിത്യവും തപം ചെയ്തു ധ്യാനിച്ചു മേവിടുന്നോർ ഉത്തമ മുനികൾക്കും ഇത്തരം വന്നുകൂടാ. കണ്ടോ, ഇതുപോലെ ഒരു ഉത്തമ മുനിമാർക്ക് പോലും ഇത് വരത്തില്ല. നിത്യവും അവർ തപം ചെയ്യും. ഇവരാണെങ്കിൽ തപം ചെയ്ത് ഇവർ തപം ചെയ്യുന്നു, പക്ഷെ അവരറിയുന്നില്ല. അവർ കൃഷ്ണ കൃഷ്ണ കൃഷ്ണനെ കാണുന്നില്ല, കൃഷ്ണൻ നമ്മളെ കളഞ്ഞിട്ട് പോയല്ലോ, ഇങ്ങനെ അവർ വേറൊരു പണിയില്ല. എപ്പോഴും ചിന്ത എന്താ? അത് തപസ. അവരെപ്പോഴും കൃഷ്ണനെ തന്നെ ചിന്തിക്കുക. ഇനി നമ്മളെ കണ്ട് വീണ്ടും പോയി. കറണ്ട് ഇതുവരെയും വന്നില്ല മക്കളെ. ഇനിയിപ്പോൾ വെട്ടം ഇങ്ങനെയൊക്കെയുള്ള വെട്ടം തികച്ചുകൂടെ മതിയല്ലേ? 30 മിനിറ്റ് ആയി, അരമണിക്കൂറായിട്ടും കാണുന്നില്ല വെട്ടം. അപ്പോൾ നമ്മൾ എവിടെ വരെ വായിച്ചു? അപ്പോൾ അതാ, നിത്യവും തപം ചെയ്തു ധ്യാനിച്ചു മേവിടുന്ന ഒരു ഉത്തമ മുനികൾക്കും ഇത്തരം വന്നുകൂടാ. ഉത്തമമായിരിക്കുന്ന മുനികളുണ്ട്, ഇത്തരം വന്നുകൂടാ. ഇങ്ങനെ കിട്ടുന്നില്ല ഇവരെ പോലെ ഭാഗ്യം. കാരണം അതെന്താണെന്നറിയാമോ? മുനിമാർ അവർക്ക് ഒന്നും, ഈ മുനിമാർക്ക് ഇപ്പം ഇറങ്ങി അങ്ങ് നടന്നാൽ മതി. ചിലപ്പോൾ അവർ കുടുംബമോ ഒന്നും കാണുമൊന്നുമില്ല. ഇവർ കുടുംബത്തിൽ നിന്നും കൊണ്ട് പരമാത്മാവിനെ തന്നെ മതി, മറ്റതെല്ലാം മനസ്സുകൊണ്ട് ത്യജിച്ച് കളഞ്ഞു. മുനിമാർക്ക് വനത്തിലാണ് പോയി ഇരുന്നാൽ മതിയല്ലോ, അവർക്ക് ഭാര്യയോ വീടോ കൂടൊന്നുമില്ല. ഇവരെന്തിനാ ദുഃഖിക്കുന്നത്? ഭഗവാനെ കാണുന്നെങ്കിൽ കണ്ടാൽ കിട്ടിയെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ ഇന്നുള്ള രീതിയിൽ. പക്ഷേ ഈ സ്ത്രീകൾ അങ്ങനല്ല. ഭഗവാനെ കിട്ടിയില്ലേ അവർക്ക് ഭയങ്കര വേദനയുണ്ട്, ഉള്ളത്തിൽ വിഷമം നിലവിളിയുണ്ട്, അവർ കരയുന്നുണ്ട്. എന്നാ എൻ്റെ ദയാനിധി, എന്നാ എൻ്റെ മൂർധാവിൽ അവിടുത്തെ കരാമ്പുലി ഒന്ന് ഉച്ചയിലൊന്ന് വയ്ക്കാൻ ഇനി ഞങ്ങൾക്ക് ഒക്കുമോ, ഇനി കാണാൻ പറ്റുമോ? ഇങ്ങനെയുള്ളൊരു വേദന അവിടെ ഉള്ളത്തിലുണ്ട്. ആ വേദന ഈ മുനിമാർക്കില്ല. മുനിമാർ ഇങ്ങനെ കറങ്ങി ഭഗവാനെ പ്രത്യക്ഷമാകുമ്പോഴൊക്കെ അവർ എന്താ ഒരു കൃത്യനിഷ്ഠ പോലെ നടക്കുന്ന ആ ഉള്ളത്തിലെ വേദന വന്നാലേ ഉരുണ്ട നിലവിളിക്കുന്നവരാണ് കിട്ടുന്നത്. ആ ഒരു ഹൃദയവേദന വന്നെങ്കിലേ അത് വരും. സാധാരണ മുനിമാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? അവർക്ക് അത്ര ഉള്ളിലെ വേദനയുണ്ട്, അവർ നിലവിളിക്കുക. അവർക്ക് കൃഷ്ണനില്ലാത്ത ജീവിതം, അവർ മരിക്കും. അതുകൊണ്ടാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മുനികൾക്ക് പോലും ഇത് ഈ അവസരം ഇങ്ങനെ ഇവരുടെ കണക്കുള്ള ഭക്തിയൊന്നും വന്നിട്ടില്ല. നിത്യവും തപം ചെയ്യുന്നു ഈ മുനിമാർ, എല്ലാം തപം ധ്യാനിക്കുന്നു, തപസ് ചെയ്യുന്നു. ഇതൊക്കെ ആയിട്ടും ഉത്തമമായിരുന്ന മുനിമാർക്ക് പോലും ഇവരുടെ കണക്കുള്ള ഭക്തി വർദ്ധിച്ച് ഭഗവാനിൽ ചേരാൻ പറ്റുന്നില്ല. മനസ്സ് ഭഗവാനിൽ ലയിക്കുന്നില്ല ഈ മുനിമാർക്ക്. ഭർത്തൃപുത്ര അർത്ഥ സമസ്തങ്ങൾ ഉപേക്ഷിച്ച് ചിത്തത്തിൽ കൃഷ്ണൻ തന്നെ നിങ്ങൾ സ്മരിക്കയാൽ. ഉണ്ടോ, ഭർത്താവും പുത്രന്മാരും അർത്ഥവും സമസ്തവും അപരം പരീക്ഷിത് മഹാരാജാവ് ഉപേക്ഷിച്ചതുപോലെ അദ്ദേഹം അത്ര നാളെ ജീവിച്ചില്ലേ? ഒരു 7 ദിവസം എന്തുകൊണ്ട് ഇതെല്ലാം മാറ്റി വെച്ചൂടാ? മരണം കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇല്ലേ? അപ്പം നമുക്ക് പോകാനെടുത്ത് പോകാമല്ലോ. അപ്പോൾ അദ്ദേഹം ചെയ്തതും ഇത് തന്നെയാണ്. പരീക്ഷിത് അതുകൊണ്ട് എന്താ 7 ദിവസം കൊണ്ട് ഭഗവാനോടൊക്കെ എത്തിപ്പെട്ടു. അതുപോലെ ഇവരെന്ത് ചെയ്തു? ഇവരും എല്ലാം ഉപേക്ഷിച്ചു. ഭർത്താവും പുത്രനും അർത്ഥവും സമസ്തങ്ങളും ഉപേക്ഷിച്ച് ഭഗവാൻ തന്നെ മതി ചിത്തത്തിൽ പരമാത്മാവായ കൃഷ്ണൻ തന്നെ നിങ്ങൾ സ്മരിച്ചതുകൊണ്ട് സ്മരിക്കയാൽ നല്ലരായി മഹാഭാഗ്യയുക്തരായി വന്നു നിങ്ങൾ. ഇതാണ് യഥാർത്ഥമായ കാര്യം. നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ എന്ന് ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് ഭർത്താവും മക്കളും വീടും എല്ലാം നമുക്ക് ആവശ്യമുണ്ട്, ആവശ്യമില്ലാത്ത ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അതിൽ കൂടി ഒടുക്കലല്ല പരമാത്മാവിനെ പിടിക്കേണ്ട. ആദ്യമേ ഓരോ ദിവസവും നേരം വെളുക്കുമ്പോഴേ ഭഗവാനുള്ള ചിന്തയോട് എഴുന്നേൽക്കുക. ഭഗവാന്റെ കർമ്മങ്ങൾ പോലെ തന്നെ എല്ലാം സത്യസന്ധമായ കൃത്യനിഷ്ഠകളും സൽക്കർമ്മങ്ങളും എല്ലാം വരുമ്പോൾ നിശ്ചലമായ ഭക്തിയും പ്രേമമാകുന്ന സ്നേഹം, അതോടുകൂടിയുള്ള ഭക്തിയും അതുപോലെ തന്നെ നമ്മുടെ പൂതമാനസം, എന്താ പറയുക, പരിശുദ്ധമായ ഹൃദയവും എല്ലാമായി ബാക്കി ഈ ലോക ജീവിതം എല്ലാം 2ാം സ്ഥാനത്തിലേക്ക്, എന്നുവെച്ചാൽ മനസ്സിലത് ഉപേക്ഷിക്കാന്ന് വെച്ചാൽ അതാണ്. എല്ലാം എടുത്ത് കളയുമല്ല അത്. നമുക്ക് ഭഗവാൻ കഴിഞ്ഞിട്ട് മറ്റത് മതി, അത്രയേ ഉള്ളൂ.
സ്നേഹവും പ്രേമവും എല്ലാം ആർക്ക് കൊടുക്കണം? ഭഗവാന് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഓരോരുത്തരും ജനിക്കുന്നത് അതിനാണ്. അല്ല ഇവിടെ ഭാര്യയും മക്കളോട് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനല്ല. അത് നമുക്കുള്ള വരും പിൻഗാമികൾക്ക് രക്ഷ എല്ലാം പറഞ്ഞു കൊടുക്കുകയും അവരെ ഒരു കുടുംബത്തെ ആക്കുകയും ഈ പ്രവർത്തികൾ കർമ്മങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിക്കണം. പക്ഷെ നമ്മൾ വന്നത് അതിന് മാത്രമല്ല. അത് നമ്മുടെ വയറിൻ്റെ വിശപ്പടങ്ങാൻ ഈ ലോകത്ത് എല്ലാ കർമ്മവും ചെയ്യണം. കുട്ടികളെല്ലാം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കണം, എല്ലാം വേണം. അതിൽ നിന്നുകൂടെ നമ്മൾ ഇത് കൂടെ എടുത്തോണം. ഇത് മുന്നേ തന്നെ ചെയ്തോണം. അതുകൊണ്ട് ഇവിടെ എന്താ ഒരു നല്ലൊരായ ഭാഗ്യമായത്? ഈ ചിത്തത്തിൽ ഭഗവാൻ തന്നെ സ്മരിച്ചത് കൊണ്ടാണ്. കൃഷ്ണ 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 എന്ന് ദേഷ്യത്തോടുകൂടി കംസൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിനും കിട്ടി മോക്ഷം. ദേഷിച്ചായാലും മതി. എപ്പോഴും ഒരു നേരം പോലും കൃഷ്ണനിങ്ങനെ ഇന്നടത്തുണ്ട്, അവതരിച്ചിട്ടുണ്ട് എന്ന് കേട്ട അന്നേരം തൊട്ട് ഇദ്ദേഹം എപ്പോഴും എൻ്റെ കാലൻ കൃഷ്ണൻ കൃഷ്ണൻ അങ്ങനെ വാതോരാതെ മനസ്സിൽ ചിന്തിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അത് കിട്ടി. ഈ സ്ത്രീകളും അതുപോലെ. എന്നാൽ ഈ മാമുനിമാർ ലോകം മൊത്തം കറങ്ങുന്നെങ്കിലും ചുറ്റിയും കറങ്ങിയും കണ്ടും കേട്ടും നമശിവായം ചെല്ലും. പക്ഷെ ഉള്ളത്തിലൊന്നും ചെല്ലത്തില്ല, വേദനയില്ല. ഭഗവാനെ തന്നെ പ്രാപിക്കണം, ഭഗവാൻ അറിയണം, ഭഗവാൻ എൻ്റെ ഉള്ളത്തിലുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ അറിയാതെ അവർ ലോകം ചുറ്റിക്കറങ്ങും. അത് വേറൊരു ലെവല്. കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങ് നടന്നങ്ങ് പോകും. അതുകൊണ്ട് ഈ ലോകം കറങ്ങുന്നവർ ഉത്തമന്മാരാണെന്ന് അർത്ഥമുണ്ടോ? നമ്മുടെ മുറിക്കകത്ത് നമ്മുടെ ഭവനം തന്നെ മതി, അത് തന്നെ ധാരാളം. നമ്മുടെ മനസ്സാണ് അതിന് വേണ്ടത്. നമ്മൾ മറ്റ് വിഷയത്തിലേക്ക് പോകേണ്ടതല്ല. അത് എല്ലാം വേണം. ഭഗവാൻ തന്നെ ചിന്തിച്ചിരിക്കുന്നവർക്കാണ് എപ്പോഴും എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്താ ഉള്ള? കൃഷ്ണൻ എന്നാ. ഒരു കുഞ്ഞിനെ തലമുടി കെട്ടികൾ സ്കൂളിലോട്ട് വിടുമ്പോഴും ഭഗവാൻ ഒരുക്കുക. ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോഴും മക്കൾ ഇന്ന് എന്തൊക്കെയാണ് നീ പഠിച്ചത്, എന്തൊക്കെ ചെയ്തു? അപ്പം കൃഷ്ണനെ പഠിപ്പിക്കുന്നത് പോലെ ഒരു അമ്മയാകാം. ആ കുഞ്ഞിനെ കൃഷ്ണനെ കാണാം. അതിനെ ഒരുക്കുമ്പം കണ്ണനെ ഒരുക്കുന്ന പോലെ ആവാം. അതിനെ കുളിപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണനെ കുളിപ്പിക്കുന്നു. ആ കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോൾ എൻ്റെ കണ്ണന് ചോറ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എപ്പോഴും ഭഗവാൻ ഇല്ലേ ഉള്ളിൽ? ആ കുട്ടിയോ ഇതുപോലൊരു ജന്മം ആ കുട്ടിക്ക് അത്ര ഭാഗ്യമുള്ള കുട്ടിയായിട്ട് വളരുകയും ചെയ്യും. ലോക പ്രസിദ്ധമായൊരു കുട്ടിയായി ആ കുട്ടി മുന്നോട്ട് പോകും. കാരണം എന്താ? ഇതാണല്ലോ അവരുടെ ഉള്ളത്തിൽ, ആ തള്ളയുടെ ഉള്ളത്തിൽ എന്താ ഇരിക്കുക? കൃഷ്ണനാണ് ചെയ്യുന്നതെല്ലാം. കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ. ആ കുട്ടി നശിച്ചു പോകുമോ? നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ? അങ്ങനെ ചെയ്ത് നോക്ക്. എത്രമാത്രം ആ കുട്ടിയുടെ ഭാവി മുന്നോട്ട് പോകും, ഒരു തടസ്സവും ഇല്ലാതെ. ഇത് നമ്മൾ അറിയുന്നില്ല, അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ഉള്ളത്തിൽ പുത്ര അർത്ഥ സമസ്തങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ചിത്തത്തിൽ കൃഷ്ണനെ തന്നെ നിങ്ങൾ എപ്പോഴും സ്മരിച്ച് ഓർത്തത് കൊണ്ട് നല്ലരായി മഹാഭാഗ്യയുക്തരായി വന്നു നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഭാഗ്യം വന്നത്. എന്തുകൊണ്ടാണ് സർവ്വതും ഉപേക്ഷിച്ചതുകൊണ്ട്? മനസ്സിനകത്തുനിന്ന് അതൊക്കെ പിന്നെ മതി, എനിക്ക് ഭഗവാൻ മതി, ഭഗവാൻ കഴിഞ്ഞാൽ മറ്റെന്തും ഉള്ളു. മല്ലാരിയോടും ഇപ്പോൾ വിരഹം ഭവിച്ചതും. ഇപ്പോൾ ഈ മല്ലന്മാരുടെ അരി ശത്രുവാണല്ലോ ഭഗവാൻ. കംസൻ്റെ അടുക്ക എത്ര മല്ലന്മാരെ വധിച്ചു? അതാ അരി ശത്രു, മല്ലന്മാരുടെ ശത്രു ഭഗവാൻ കൃഷ്ണൻ. അതിനാണ് മല്ലാരി. കറണ്ട് വന്നു. മല്ലാരിയോടുള്ള ഇപ്പോൾ ഈ വിരഹം. ഭഗവാൻ ഇപ്പോൾ അകർന്ന് മധുരയിൽ പോയി നിൽക്കുന്ന അത് വിരഹമാണല്ലോ. അത് ഭവിച്ചതും നല്ലതായി വന്നിത് അത് വാർത്തക കേട്ടിടുവൻ. അതുകൊണ്ട് നിങ്ങൾക്ക് നന്മയേ ഉണ്ടാവുള്ളൂ. എന്താ കാരണം? വിരഹം. നമുക്ക് ഈ ദൂരെ നിൽക്കുമ്പോൾ എപ്പോഴും കൃഷ്ണാന്ന്, എൻ്റെ കൃഷ്ണനെ കണ്ടില്ലല്ലോ, കണ്ടോളാമ, എൻ്റെ മൂർധാവിൽ ആ കരമൊന്ന് വെച്ചിരുന്നെങ്കിൽ, ഒന്ന് വന്നെങ്കിൽ, ഒന്ന് കണ്ടാ മതിയായിരുന്നു എന്നുള്ള വേദന ഉണ്ടാകുന്ന എന്താണ്? ദൂരെ നിൽക്കുന്നുണ്ടാണ്. അതേസമയം എപ്പോഴും വൃന്ദാവനവും ഗോക്കളും പശുക്കളും ഈ കുട്ടികളായിട്ട് നിന്നാൽ എന്ത് വരും? അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സഖിയായിട്ടേ ഉള്ളൂ. കൃഷ്ണൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, ഇത്രയേ ഉള്ളൂ. മാറിപ്പോയതുകൊണ്ടാണ് അവർക്ക് ഈ വേദന ഉണ്ടായത്. അതുകൊണ്ട് ഭഗവാൻ മനഃപൂർവ്വം മാറി നിന്നതാണ്. അതുകൊണ്ട് എന്തുവെന്നു? മല്ലാരി അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട്. അതുമൂലം എല്ലാ നേരവും അതല്ലല്ലേ ഇവിടുന്ന് മല്ലാരിയോടും ഇപ്പോൾ വിരഹം ഭവിച്ചത് എന്നുവെച്ചാൽ അകൽച്ച ഉണ്ടായത്. രണ്ടുപേരും ഭഗവാൻ അങ്ങും ഇവരിങ്ങും. അതുകൊണ്ട് നല്ലതായി വന്ന് നിങ്ങൾക്ക് എന്താ കാരണം? കേട്ടിടൂ, ഞാൻ പറയാം. നല്ലതായി വന്നിത് അത് പാർത്ഥിക കേട്ടിട്ട് ഞാൻ പറയാം, നിങ്ങൾ കേട്ടുകൊള്ളൂ. മല്ലാരി അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതുമൂലം എല്ലാ നേരവും ഭജിച്ചിടുവാൻ കഴിവന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചത്. ഭഗവാൻ എന്താ ചിന്തിച്ചത്? ഇവർ നല്ല ഭക്തരാണ്, എന്നാൽ അല്പം മാറി നിൽക്കാം. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. ഭഗവാൻ അറിഞ്ഞു ചെയ്തതാ.
മല്ലരുടെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാൻ ഇപ്പോൾ മാറി നിന്ന് ഇവർക്ക് വിരഹം ഉണ്ടാക്കി. അകൽച്ച എന്ന് വെച്ചാൽ ദൂരെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന സങ്കടം, ദുഃഖം, അത് എന്തുകൊണ്ട്? അതുകൊണ്ട് അവർ എല്ലാ നേരവും ഭജിച്ചിടും. എൻ്റെ കണ്ണാ കൃഷ്ണ, ഞങ്ങൾ മരിച്ചു പോകും കൃഷ്ണ, എന്നാ ഇനി കണ്ണൻ നിങ്ങൾ വരത്തില്ലേ? അവിടുത്തെ നാരിമാരെല്ലാം ഭഗവാന് അത്രമാത്രം അവർ ആ കാമനിമാരെ ഭഗവാൻ അവരുടെ സൗന്ദര്യം കാണും ഭഗവാൻ അവിടെ അവരോടൊപ്പം അങ്ങ് ചേർന്ന് പോകും. ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒന്ന് ചിന്തിക്കത്തോ ഒന്ന് ഓർക്കത്തോ പോലും ഇല്ല എന്നാണ് ഇവരുടെ വേദന. ഈ വേദനയാണ് ഇവർക്ക് ഈ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇവർക്ക് ഈ വേദനപ്പെടാൻ വേണ്ടി ഭക്തി ഉണ്ടെന്ന് ഭഗവാന് മനസ്സിലായി. അപ്പോൾ അല്പ വേദനയോടെ വന്നാൽ അവർക്ക് സാക്ഷാത്കാരം നേടാം. അവരുടെ ഉള്ളത്തിലായി കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാ നേരവും നിങ്ങൾ ഭജിച്ചിടുവാൻ കഴിവുവന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കഴിവുണ്ടായത് എന്താ? ഭഗവാൻ മാറി നിന്നതുകൊണ്ടാണ്, ഈ വിരഹം വന്നതുകൊണ്ടാണ്. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചത് കൊണ്ടാണ്, അല്ലാതെ ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ഭാഗ്യം ഉണ്ടായി. നിങ്ങൾക്ക് ഭഗവാനുള്ളത് ചേർന്ന് ഭജിക്കാനുള്ള ഒരു സമയം കിട്ടി, കഴിവുണ്ടായി. അത് ഭഗവാന്റെ അനുഗ്രഹമല്ലേ? എപ്പോഴും ഭഗവാൻ വിരഹം ദൂരെ മാറി മധുരയിലേക്ക് പോയപ്പോൾ ഇവർക്കൊരു നിമിത്തം, അതുകൊണ്ട് ഇവർക്ക് ഉൾക്കാഴ്ച ഉണ്ടായി. ഭഗവാനുണ്ട് ഉള്ളത്തിലേക്ക് വരാനുള്ള ഒരു കഴിവ്, ഭജിക്കാൻ എപ്പോഴും ഭഗവാനെ. അപ്പോൾ ജഗദമ്മ പറയുന്നു, അമ്മേ എനിക്കിപ്പോൾ ഭജിക്കാൻ എപ്പോഴും സമയം വന്നു. എന്തെങ്കിലും വീട് പണി ചേർത്ത് എപ്പോഴും ഭജിക്കാനൊരു അവസരം. കാരണം വീട്ടിൽ ആളുണ്ടെങ്കിൽ എപ്പോഴും അവർക്കൊത്തൊക്കെ നിൽക്കാൻ ആത്മാർത്ഥമായി ഭജിക്കാൻ പറ്റത്തില്ല. എനിക്കും അങ്ങനെ ആയിരുന്നു. എല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞു പോകും. എനിക്ക് എത്ര നേരം കരയണോ, ഉരുളണോ, ഭഗവാനെ വിളിക്കണോ, പ്രാർത്ഥിക്കണമോ, എത്രമാത്രം ഗ്രന്ഥങ്ങൾ വായിക്കണമോ, ഭാഗവതം വായിക്കണോ, ബൈബിള് വായിക്കണമോ, ഒരു തടസ്സവും ഇല്ല. ആരും ചോദിക്കാനില്ല, നീ എന്തിനാ അത് വായിക്കുന്നു ചോദിക്കാൻ ഇവിടെ ആരുമില്ല. ഉണ്ടെങ്കിലും ആരും ചോദിക്കത്തുമില്ല. അങ്ങനെ ഒരു സമയം നമുക്ക് ദൈവം തന്നത് എന്താ? നമ്മോടുള്ള അനുഗ്രഹം കൊണ്ട്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കൂ, അനുഗ്രഹം ഭഗവാന്റെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ ഏകാഗ്രമായിട്ട് ഒറ്റയ്ക്ക് നമ്മൾ എന്തുകൊണ്ടാക്കുന്നത്? നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഉള്ളത്തിൽ പരമാത്മാവുണ്ട്. പക്ഷേ കാണികൾക്ക് തോന്നും അവർ ഒറ്റയ്ക്കാണ്. എന്താ കാരണം? ഭഗവാന്റെ അനുഗ്രഹം. അനുഗ്രഹം ഇല്ലെങ്കിൽ ആരുടെയും കൂടെ നമുക്ക് ഇത്ര സൗകര്യം കിട്ടൂ? ഈശ്വരനെ അറിയാനൊക്കെ ഒരു വാക്ക് പറയാൻ വേണ്ടാൻ സമയം കിട്ടൂ? അല്ലെങ്കിൽ തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ? അതുകൊണ്ട് എല്ലാ നേരവും ഭജിച്ചുകൊള്ളാൻ ഇവർക്ക് കഴിവന്നു. ഭഗവാൻ ഇവരെയും കളഞ്ഞിട്ട് അവിടേക്ക് പോയത് കൊണ്ട്. മല്ലാരി അരുൾ ചെയ്തിങ്ങയച്ചോരവസ്ഥകൾ അല്ലൽ തീർത്താമോദേന കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ മല്ലാരിയായ കൃഷ്ണൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആമോദേന സന്തോഷത്തോടെ നിങ്ങൾ കേൾക്കൂ, ഞാൻ പറയാം. ഭഗവാൻ എന്താ സന്ദേശം ഇവിടെ തരാൻ പറഞ്ഞു വിട്ടത്? എന്നോട് ഒരുപാട് കാര്യങ്ങളെല്ലാം ഭഗവാൻ പറഞ്ഞു വിട്ടു നിങ്ങൾക്ക് തരാനായിട്ട്. ആ സന്ദേശം ഞാൻ പറയാം, നിങ്ങൾ കേൾക്കൂ. ഭഗവാൻ പറയുന്നതാണ് ഇനി. സർവാത്മാവഹം സർവഭൂത കാരണാധാരം സർവലോകങ്ങളിലും വ്യാപ്തനായുള്ളൊരു ഞാൻ എല്ലാ കാലവും എല്ലാ വസ്തുവിലും എല്ലാരോടും അല്ലലില്ലാതെ വിരോധം വിനാവാണിയിടുന്നു. സർവാത്മാവഹം, അഹം ഞാൻ. ഭഗവാൻ പറയുന്നു, കൃഷ്ണൻ പറയുന്നു, ഞാൻ സർവത്തിൻ്റെ ആത്മാവായി അഹം ഉള്ളിൽ എല്ലാത്തിലും ഞാൻ വസിക്കുന്നു. ഞാനാണ് സർവത്തിൻ്റെ ആത്മാവ്, എന്നിലും നിന്നിലും എല്ലാം പരമാത്മാവാണ്. കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നു ഇവർക്ക് കൊടുക്കാൻ. ഈ കുട്ടികൾക്ക് സന്ദേശവാക്യം കൊടുത്തു വിട്ടതാണ്. ഇതുപോലെ അവിടെ നിന്ന് പറയണം കുഞ്ഞുങ്ങളടുത്ത്. ഈ ഉത്തവരോട് പറഞ്ഞു വിട്ടു, ഞാൻ എല്ലാ ആത്മാവിലും ഉണ്ട്. അഹം സർവഭൂത കാരണ ആധാരം. ഈ സർവ്വ ജീവജാലങ്ങളിൽ ഞാനാണ് ആധാരമായി നിൽക്കുന്നത്. സർവ്വലോകങ്ങളിലും വ്യാപ്തനായുള്ള ഒരു ഞാൻ. ഈ ത്രിലോകങ്ങളെല്ലാം വ്യാപിച്ചിരിക്കുന്നു, നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. നിറഞ്ഞിരിക്കുന്നതും ഞാൻ തന്നെ ഈ കൃഷ്ണനാണെന്ന് പറഞ്ഞു. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ദേവകിയുടെയോ വസുദേവരുടെയോ മകനല്ല. ഞാൻ എടുത്തെടുത്ത് എപ്പോഴും പറയും, അത് പരബ്രഹ്മമാണ്, അത് ചിന്മയനാണ്, അത് എന്താ പറയുക, ചൈതന്യമൂർത്തിയാണ്, അത് ആനന്ദ സ്വരൂപനാണ്. അങ്ങനെയുള്ള ആ പരമാത്മാവ് കൃഷ്ണ രൂപത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണനിൽ കൂടെ പറയുന്നു. ആര് പറയുന്നു? പരബ്രഹ്മം, അത് പരമാത്മാവ്. ആ ഭഗവാൻ ഈ നാക്കും ഒക്കെ രൂപമുള്ളതുകൊണ്ട് അതിൽ കൂടെ പറയുന്നതുകൊണ്ട് ഈ രൂപം അങ്ങ് മാറുമ്പോൾ പിന്നെ അരൂപിയാണ്. ഇപ്പോൾ രൂപം എടുത്തതുകൊണ്ട് കൃഷ്ണരൂപം, അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ആണ് ശ്രീരാമരൂപം. ഇതെല്ലാം രൂപം എടുത്തതുകൊണ്ട്, അല്ലെങ്കിൽ പരമാത്മാവ് അരൂപിയാണ്. ഇവിടെ ഈശ്വരൻ പരബ്രഹ്മ വസ്തുവായി നിഷ്കള പരബ്രഹ്മം കൃഷ്ണരൂപത്തിൽ വന്നതുകൊണ്ട് ആ ബുദ്ധവരോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഈ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്നു വ്യാപ്തനായുള്ളൊരു ഞാൻ, അതായത് പരമാത്മാവ് കൃഷ്ണൻ എന്ന് പറയുന്നതാണ്. എല്ലാ കാലവും എല്ലാ വസ്തുവിലും എല്ലാവരോടും എല്ലാ കാലവും. എന്താ എല്ലാ കാലവും? ഭഗവാന്റെ ശരീരം അല്ല അവിടെ പറയുന്നത്. അതിന് മുന്നും ഈ ശരീരം ഉണ്ടാകുന്ന മുന്നും ഇവിടെ ഉണ്ട്. ഈ ശരീരം ഇവിടുന്ന് ഭഗവാന്റെ കൃഷ്ണൻ്റെ ശരീരം പോയാലും
അവിടെ ഉണ്ട്. അത് എല്ലാ കാലവും, ഈ ലോകം ഉള്ളിടത്തോളം കാലം, അതുകൊണ്ട് എല്ലാ കാലവും. അപ്പോൾ എല്ലാ വസ്തുവിലും, അന്ന് എല്ലാ വസ്തുവിലും, ഏത് സമയത്തും ഉള്ള എല്ലാ വസ്തുവിലും എല്ലാവരോടും അല്ലലില്ലാതെ, ഒരു വിഷമം കൂടാതെ, വിരോധം ഒരു വിരോധം ആരോടും ഇല്ലാതെ വാണിയിടുന്നു. ഭഗവാൻ പറഞ്ഞു വിട്ടു, സന്ദേശവാക്യം പറഞ്ഞു വിട്ടു. ഇങ്ങനെയാണ് ഞാൻ എല്ലാത്തിൻ്റെ ആത്മാവായി ഞാൻ വസിക്കുന്നു, നിങ്ങളിൽ എല്ലാവരിലും ഉണ്ട്, ഞാൻ ഈ എല്ലാ കാലത്തും ഞാനുണ്ട്, എല്ലാവരോടും ഉണ്ട്. അപ്പോൾ അല്ലലില്ലാതെ, ആരോടും ഒരു വിഷമവും ഇല്ലാതെ, ഒരു വിഷമവും ഇല്ല, ഒരു വിരോധവും ഇല്ലാതെ ഞാനിവിടെ ഇല്ലാതെ കഴിയുന്നു, വാണിയിടുന്നു. ഞാനെന്നും എനിക്കെന്നും എൻ്റെ എന്നതുമില്ല. ഭഗവാന് സ്വന്തം ഭാര്യയെന്നോ വീടെന്നോ മക്കളെന്നോ അന്യതെന്നോ ഒന്നും ചിന്തയില്ല. ഞാനും അതായത് ഈ പറഞ്ഞ എല്ലാ ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളും, അതായത് ഞാനും ഉൾപ്പെടെ, അത് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്താ ഞാനെന്നും എനിക്കെന്നും എൻ്റേതൊന്നുമില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ഭഗവാന്റെ തന്നെ. അത് യാതൊരു വ്യത്യാസമില്ല. പണ്ഡിതനെന്നില്ല, പാമരനെന്നില്ല, ദുഷ്ടനെന്നില്ല, ദുർജനമൊന്നുമില്ല, സജ്ജനമൊന്നുമില്ല. സർവത്തിലും ആ ഈശ്വരൻ തന്നെ. എല്ലാവരോടും ഒരു വിരോധവും ഇല്ലാതെ, എല്ലാവരോടും ഒന്നുപോലെ തന്നെ എല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ട് ഞാനെന്നും എനിക്കില്ല, എനിക്കെന്നുള്ളത്, അപ്പോൾ എൻ്റേതെന്നുള്ള മമതയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഞാനെന്നും എനിക്കെന്നും എൻ്റെ എന്നതുമില്ല. അപ്പോൾ ഭഗവാൻ ഇതിന് യാതൊരു ഭാവഭേദങ്ങളുമില്ല. എല്ലാത്തിനും സമദൃഷ്ടിയാണെന്നും സമചിത്തതയാണെന്നും അഭേദ സുഖ ദുഃഖവുമില്ല. ഒന്നിലും മാനാപമാനങ്ങളോ ഭേദങ്ങളോ സുഖമോ ദുഃഖമോ രണ്ടുമില്ല. സുഖവുമില്ല ദുഃഖവുമില്ല. അപ്പോൾ എന്താ എപ്പോഴും സമം. സുഖത്തിലും ദുഃഖത്തിലും ഒരേ അവസ്ഥയാണ്. എനിക്ക് സുഖമുണ്ടെന്നോ അല്ല എനിക്ക് ദുഃഖമാണെന്നോ എന്ന് യാതൊരു വികാരങ്ങളും ഭഗവാനില്ല. ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയിടുന്നത് പാർത്താൽ രണ്ടായി തോന്നിയിടും എൻ്റെ മായയാൽ അറിയണം. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാന് തന്നെ മായ കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചം മായയാണ്, മിഥ്യയാണ്. അതിൽ നിന്ന് ഇത് മനസ്സിലാക്കണമെങ്കിൽ അത് മായ മാറി, ഈ അവിദ്യ മാറി ജ്ഞാനം ഉള്ളിൽ വർദ്ധിച്ചവർക്ക് മാത്രമേ ഈ മായാലോകത്തെ പറ്റി യഥാർത്ഥത്തിൽ അറിയാൻ പറ്റൂ. അതുവരെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഇതാണ് സത്യം, ഈ മായയാണ് ജീവിതം, ഇതെല്ലാം ആണ്, ഇവിടെ അല്ല മറ്റൊന്നും തന്നെ ഇല്ല, ഈ പ്രപഞ്ചം മാത്രമേ ഉള്ളെന്ന് മിഥ്യയായി തോന്നും. അതായത് കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് തോന്നിക്കുന്നത് പോലെ ഒരു തോന്നൽ, ഒരു ഭ്രമം. അതുകൊണ്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിടുന്നത് എന്താ, പാർത്താൽ രണ്ടായി തോന്നിയിടും എൻ്റെ മായയാൽ അറിയണം. രണ്ടെന്നുണ്ട്. ഈ ഞാനെന്നും നീ എന്നുള്ള ഈ തോന്നൽ ഭഗവാന്റെ തന്നെ മായ കൊണ്ടാണ്. മായ മാറുമ്പോൾ അത് വിദ്യ നമ്മളെ ഉള്ളത്തിൽ, ആ പരാശക്തിയായിരുന്ന അമ്മ വിദ്യ, സരസ്വതി ദേവിയുടെ ആ വിദ്യ നമ്മളിതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്തോന്നും, ഞാനും നീയും ഇല്ല, ഞാനും സർവ്വം ഞാൻ തന്നെ എന്ന് നമുക്ക് മനസ്സിലാവും. അതുവരെ നമുക്ക് ഭഗവാന്റെ മായ മൂടി കിടക്കുന്നുണ്ട്. നിങ്ങളും ഞങ്ങളും, എൻ്റെ കുടുംബം നിങ്ങളുടെ കുടുംബം, സർവ്വതും ഒരേ കുടുംബത്തിലെ ഒരേ പിതാവിൻ്റെ സന്തതികളാണ് നാം എല്ലാവരെയും എന്ന് ചിന്തിക്കാൻ നമുക്ക് എന്ന് മനസ്സിലാവും. ജ്ഞാനം ഉദിക്കുമ്പോൾ, വിദ്യ ഉള്ളിൽ വരുമ്പോൾ. അതുവരെ നമുക്ക് തോന്നും, ഞാനൊരു കുടുംബം, എൻ്റെ മക്കൾ നിൻ്റെ മക്കൾ. ഈ രണ്ടെന്നുള്ള തോന്നൽ ഭഗവാന്റെ മായ കൊണ്ടാണ്. മായ മാറുന്ന വിദ്യ നമ്മളെ ഉള്ളത്തിൽ വരുമ്പോൾ അതാണ് മായ അവിദ്യ. അതായത് ഭഗവാന്റെ തന്നെ ഭാര്യ ആയ മഹാമായ, ഒന്ന് അവിദ്യയും ഒന്ന് വിദ്യയും. ഇവിടെ രണ്ടും വേണം. ആ അവിദ്യയിൽ നിന്ന് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് അടുത്ത ലോകത്തേക്ക്, അത് ആനന്ദാമൃതത്തിലേക്ക് പോകണമെങ്കിൽ, നമുക്ക് ഇതിൽ നിന്ന് മുക്തനാവണമെങ്കിൽ ഇതെല്ലാം വിരമിച്ച് ത്യജിച്ച് ആ ജ്ഞാനമാകുന്ന ആ അറിവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം ത്യജിച്ച് ആ പരമാനന്ദത്തിൽ ലയിക്കാൻ പറ്റുക. അത് വേറൊരു ലോകമാണ്. ഈ ലോകം ഈ പ്രപഞ്ചമല്ല. ഈ പ്രപഞ്ചത്തിൽ ഇത് തന്നെ മിഥ്യയാണ്. ഇതെല്ലാം നശിക്കുന്നതാണ്. നശിക്കാത്തൊരു ലോകത്തേക്ക് നമുക്ക് പോകണം. നമുക്ക് ആനന്ദാനുഭൂതി, അത് പരമാത്മാവായിരിക്കുന്ന ആ ഒരു ലോകം, ആധ്യാത്മികമായിരിക്കുന്ന ആനന്ദ സാഗരമായിരിക്കുന്ന അത്രത്തോളം ഉള്ളൊരു പ്രത്യേക ഒരു രാജ്യമുണ്ട്, സ്വർഗ്ഗം. എന്താ പറയുക അതിന്, അത് വിഷ്ണു ലോകമെന്നോ എന്തൊക്കെയോ വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടേക്ക് പോകാൻ എത്തുന്ന ആ ഒരു ലോകമാണ് വിദ്യ. അല്ലെങ്കിൽ നമുക്ക് അവിദ്യ. ഈ വിദ്യ കിട്ടാത്തത്തോളം കാലം നമുക്ക് ഈ മായയിൽ നിന്ന് നമുക്ക് മുക്തനാവാൻ പറ്റത്തില്ല. നമുക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെ സത്യമെന്ന്. ഈ മിഥ്യയായിരിക്കുന്ന ഈ നശിക്കുന്ന ലോകം സത്യമാണെന്ന് തോന്നിപ്പോന്ന്. അത് രണ്ടെന്ന്. എൻ്റെ ഒരു കുഞ്ഞ്, രണ്ട് കുഞ്ഞുങ്ങൾ, ഒന്ന് പ്രസവിച്ച കുഞ്ഞും ഒന്ന് അല്ലാത്തൊരു കുഞ്ഞും, രണ്ടുപേരും കൂടെ ഓടി വീഴുമ്പോൾ, രണ്ടുപേരും വീണെന്നിരിക്കട്ടെ, ഉടനെ ചെന്ന് പ്രസവിച്ച കുഞ്ഞിനെ എടുത്തിട്ട് തട്ടിത്തുള്ള, മക്കളെ നിനക്ക് വല്ലതും സംഭവിച്ചോ, മറ്റേ കുഞ്ഞിനെ പെതുക്കെ നിനക്ക് വല്ലതും വന്ന കുഞ്ഞെ വല്ല നൊന്തോ മുറിഞ്ഞോ, ഇത്രയേ ഉള്ളൂ. ആത്മാർത്ഥം എവിടെ പോയി? സ്വന്തം മമതയിലേക്ക് പോയി. പക്ഷെ പരമാത്മാവിന് കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് എൻ്റെതൊന്നും
ഞാനെന്നും എൻ്റെ ഒന്നും എനിക്കെന്നുള്ളത് എനിക്കില്ല. എല്ലാം എനിക്ക് ഒരുപോലെ ഉള്ളൂ. ഞാൻ ആരോടും എനിക്ക് വിരോധമില്ല. വിരോധം വിനാ ഞാൻ വാഴുന്നു. എനിക്കെല്ലാവരും അതായത് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് എന്താ കാരണം? അത് രണ്ടായി തോന്നിയിടുന്നത് എൻ്റെ മായ കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇക്കണ്ട അചരം കാണുന്നതും കാണാത്തതും ഒക്കെയും സ്വപ്നമെന്നും മിഥ്യ എന്നതും ഉള്ളിൽ എപ്പോഴും ഓർത്തിടുവിൻ. സത്യം ഇതറിഞ്ഞാലും എന്താ ഈ കാണുന്നതെല്ലാം സ്വപ്നമാണ്. എങ്ങനെയാ? നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഉണരുമ്പോൾ ഒന്നും ഇല്ലാത്തതുപോലെ തന്നെ ഇതൊരു ദീർഘസ്വപ്നം. ഈ പ്രപഞ്ചം ഒരു ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നതും ഈ പ്രപഞ്ചം ഒരു സ്വപ്നം തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താ ഉള്ളത്? ചിലപ്പോൾ ഇത് നീണ്ടൊരു സ്വപ്നമായി പോകും. കാരണം ഇന്ന് ഞാൻ ജനിച്ചാൽ നാളെ തന്നെയോ അടുത്ത നിമിഷമോ മരിച്ചാലോ പെട്ടെന്ന് സ്വപ്നം കണ്ട് ഉണരുന്നത് പോലെ. അതേസമയം ഞാൻ ഒരു 10 വർഷം ജീവിച്ചിരുന്നിട്ട് പോയാലും ഒരു ദീർഘ സ്വപ്നം. അതുപോലെ വൃക്ഷമായാലും ഒരു കെട്ടിടത്തിൻ്റെ ആയുസ് 150 വർഷമാണെങ്കിൽ ആ 150 വർഷം കഴിഞ്ഞാൽ എന്തായാലും നശിക്കുമല്ലോ. അപ്പോൾ ഒരു ദീർഘ സ്വപ്നം. അപ്പോഴും അവിടെ ആ വീട് അവിടെ ഇല്ല, പിന്നെ നശിച്ചു. സ്വപ്നം കണ്ടതുപോലെ പോയി. രാത്രിയിൽ ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കണ്ടാൽ ഉണരുമ്പോൾ ഇല്ലാത്തതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചവും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ചിലത് നീണ്ടു നിൽക്കും, ചിലത് പെട്ടെന്ന് പോയി. ഒരു കുഞ്ഞ് ഇപ്പോഴങ്ങോട്ട് ജനിച്ചാൽ ഉടനെ മരിച്ചാൽ അത് കൊച്ചൊരു സ്വപ്നം കണ്ടങ്ങ് പോയി. അതേസമയം കുട്ടി ഒരു 90 വയസ്സ് വരെ ഒരു 50 വയസ്സ് ജീവിച്ചതാ അതിന് ഒരു ദീർഘ സ്വപ്നം പോലെ അതിന് കാണാം. ഇല്ലെങ്കിൽ എന്താ, നമ്മൾ ഇപ്പം അങ്ങോട്ട് കാണുന്നവരെ ഉടനെ കാണാതെ പോകുന്നതാണ് ഈ സ്വപ്നം കാണുക. ഈ പ്രപഞ്ചം അങ്ങനെയാ, നിലനിൽക്കത്തില്ല. എല്ലാം എപ്പോഴും ഓരോന്നോരോന്നെ പൊക്കൊണ്ടേയിരിക്കുന്നു. വരുന്നു പോകുന്നു, കുമള വരുന്നു പൊട്ടിപ്പോകുന്നു, വീണ്ടും ഒരു കുമള ഒരു മരം അങ്ങോട്ട് മുറിച്ച് അടുത്ത മരം കിളിച്ചു വരുന്നു, വീണ്ടും അതങ്ങ് പോകുന്നു. അങ്ങനെ ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കും. ഒരു കെട്ടിടവും അതുപോലെ തന്നെ. ചിലത് മൊത്തത്തിൽ പെട്ടെന്ന് തന്നെ എല്ലാം പോകണം. ഒരു സുനാമിയോ അല്ലെങ്കിൽ ഒരു ഭൂമികുലുക്കോ ഒക്കെ വരുമ്പോൾ കുറേ ഭാഗം പെട്ടെന്നാണ് നിന്നാലേ കണ്ടോണ്ടിരിക്കുന്ന അത് ഒഴുകിപ്പോകുന്നു. മലവെള്ളം ഇങ്ങനെ എന്തോ ഉരുള് പൊട്ടി. ഇതൊക്കെ എന്താ കാരണം? ഇതൊക്കെ നശിക്കുന്നതാ. അങ്ങനെയാ സംഭവം. ഈ പ്രപഞ്ചം അങ്ങനെ ഉള്ളതാ. അതിൽ നമ്മൾ വസിക്കുന്നു. എപ്പോഴാണ് നമ്മുടെ പോക്കെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. നമുക്ക് ഈ 80 വയസ്സോ ഒക്കെ നമുക്ക് ആയുസുണ്ടെന്ന് പറഞ്ഞാൽ കുത്തിയിരിക്കും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും എല്ലാം ഒറ്റയടിക്ക് പോകുന്നത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? സ്വപ്നം കണ്ടതുപോലല്ലേ പോയില്ലേ എല്ലാം. നമ്മുടെ കൂടെ ഉള്ള അഥവാ നമ്മളവിടെ ഒരറ്റത്ത് കിടന്നാലും മറ്റുള്ളവർ പോകുന്ന നമ്മൾ കാണുന്നില്ലേ? നമ്മൾ അവിടെ അന്നേരം പോയില്ല, നമ്മൾ അറിയുന്നില്ലേ? അയ്യോ ഇത്ര ജനങ്ങൾ ആ വെള്ളത്തിലൊഴുകി പോയി തീർന്നു, ഇത്ര കെട്ടിടങ്ങൾ ഇന്ന ഇപ്പം അവിടെ എല്ലാം നദിയായി മാറി. ആ പ്രദേശമേ കാണാനില്ല, എവിടെയോ വെള്ളം കയറി കിടക്കുന്നത്. എത്രമാത്രം അതുകൊണ്ടാണ് മിഥ്യ എന്ന് പറയുന്നത്. എല്ലാം നശിച്ചില്ലേ? അതുപോലെ ഒരു സമയത്ത് ഇത് മൊത്തവും പ്രളയം കയറാൻ മൊത്തം ഒന്നിച്ചങ്ങ് പോകത്തില്ലേ? ഇത് കുറേശ്ശെ പൊയ്ക്കൊണ്ടിരിക്കും, കുറേശ്ശെ വന്നുകൊണ്ടിരിക്കും. ഒറ്റയടിക്ക് എല്ലാം കൂടെ തീരും പ്രളയമാകുമ്പോൾ. അതുകൊണ്ടാണ് ഇതെല്ലാം മിഥ്യയാണ്, ഇത് നശിക്കുന്നതാണ്. ഇത് കാത്തുകെട്ടി നമ്മൾ ഒരുപാട് ധനങ്ങൾ വാരിക്കൂട്ടി മൂലയിലോ മുടുക്കിലോ ബാങ്കിലോ ഇട്ടാൽ ഒരു രക്ഷയില്ല, ഒന്നും കിട്ടത്തില്ല, ആർക്കും കിട്ടത്തില്ല. ബാങ്കും കൂടെ വെള്ളം കൊണ്ടുപോകും ആർക്കും. അങ്ങനെയാണ് ഇന്ന് ലോകമേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കണം? നമുക്ക് കിട്ടാനുള്ളത് എന്താണ്? ഈശ്വരൻ്റെ ആ ജ്ഞാനമാകുന്ന ഭഗവാനിൽ ചേരുക എന്നുള്ളതാണ്, അറിവ് നേടുക. ഇതേ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ. അപ്പോൾ സമാധാനം. ഇപ്പം വെള്ളപ്പൊക്കത്തിൽ പോകുമ്പോഴും നമുക്ക് ഭഗവാനും ചിന്തിക്കാനൊരു അറിവ് കിട്ടുമല്ലോ. നമ്മൾ അഥവാ എല്ലാവരും വെള്ളത്തിൽ പോകുമ്പോൾ നമ്മളും കൂടെ പോകുന്നിരിക്കട്ടെ, നമുക്ക് മരണം ശരീരത്തിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഭഗവാനേ എന്നുള്ളൊരു അകവഴിഞ്ഞ് വിളിച്ചാൽ എന്ത് വരും? നമ്മുടെ ശരീരമേ വെള്ളത്തിൽ പോകൂ, നമ്മുടെ ആത്മാവ് പരബ്രഹ്മത്തിൽ ചേരും. അതെന്താ കാരണം? നമ്മൾക്ക് അറിവുണ്ട്. ഭഗവാൻ എപ്പോഴും നമ്മുടെ ഉള്ളത്തിലുണ്ട്. എന്തുവരും ഈശ്വരാന്ന് വിളിക്കും. അറിയാത്തവരെന്ത് ചെയ്യും? അയ്യോ വെള്ളം കൊണ്ടുപോകണേ, അത് വാരിക്കോ ഇത് വാരിക്കോ, ആ പെട്ടിയെടുക്ക്, ആ തുണിയെടുക്ക്, വെള്ളം കൊണ്ടുപോകുന്നു. അവർ ഈ പ്രപഞ്ചത്തിൽ തന്നെ കിടക്കുക. നമ്മൾ അറിവുള്ളവരെന്ത് ചെയ്യും? എന്തോ പൊക്കോട്ടെ, ഭഗവാനുണ്ടല്ലോ എന്ന ചിന്തയാണ് നമുക്ക് ഇവിടെ താമസിക്കുന്നത്. കാരണം എന്താ? ഭർത്താവിനെയും വീടിനെയും മൊത്തം ഉപേക്ഷിച്ചിട്ടാണ് ഈ ഗോപസ്ത്രീകൾ ഭഗവാനേ എന്നുള്ള ശ്രദ്ധ. അവർക്ക് എത്ര മലവെള്ളം വന്നാലും അവരുടെ ചിന്ത അത് തന്നെയാണ്. കാരണം ഇതൊക്കെ ഉപേക്ഷിച്ചതാണ്. പിന്നെ അവർക്ക് വീടും കൂടും എടുക്കണമെന്നോ അയ്യോ എൻ്റെ പെട്ടിയും പ്രമാണം എടുക്കണമെന്നോ അത് ചിന്തിക്കൂ. എൻ്റെ പണം ഇന്ന പെട്ടിയിലിരിക്കുന്നത് ചിന്തിക്കൂ. കാരണം എന്താ? അവരൊക്കെ ഉപേക്ഷിച്ചവരാ. അവർക്ക് ഈശ്വരൻ മാത്രം മതി. അതുകൊണ്ട് ഭക്തിയുള്ളവർക്ക് എന്ത് വരും? എന്ത് അപകടത്തിലുള്ള മരണമായാലും പരമാത്മ എത്തിച്ചേരാം. കാരണം അപ്പോഴും അവർ കൃഷ്ണ എന്നായിരിക്കും. കംസൻ്റെ ദേഷിച്ച കൃഷ്ണ എന്നുള്ള വിളി ആയാലും മതി, ദേഷിച്ചാലും മതി. അപ്പോൾ ഇവിടെ ഭക്തിയുള്ളവരെന്ത് ചെയ്യും? ഭഗവാനി ഒരു പ്രളയം വരുമ്പോഴും ഭഗവാനി. അപ്പോൾ നമ്മൾ എവിടെ ചെല്ലും? ഭഗവാനൊക്കെ ചെല്ലും. ശരീരത്തിന് എന്തായാലും എപ്പോഴും നാശമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി ഈശ്വരനിലേക്ക് അടുക്കാനുള്ള വഴിയായിരിക്കണം. വിദ്യ കൊണ്ട് അത് നേടണം. പ്രേമമാകുന്ന ഭക്തിയിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും മരിക്കാൻ തയ്യാറെടുത്തിരുന്നോണം. ശരീരം എപ്പോഴും മരിച്ചോട്ടെ, യാതൊന്നും വിഷമിക്കേണ്ട. വെള്ളം വന്ന് പോകണോ പോട്ടെ, ഭൂമി ഉരുള് വന്നാണോ പൊട്ടി പോന്നോ പൊക്കോട്ടെ, ഭയക്കേണ്ട കാര്യമുണ്ടോ?
എന്താ കാരണം, നമ്മളെപ്പോഴായാലും ശരീരം പോവും, അത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ എവിടെത്തും? ഭഗവാന്റെ അടുക്കൽ. എന്താ കാരണം? ഉള്ളത്തിൽ ഈ കണ്ടതെല്ലാം ഇത് മിഥ്യയാണ്, ഇതെല്ലാം വേണ്ടാത്തതാണ്, ഇതൊന്നും കൊണ്ടുപോകുന്നതല്ല, നശിക്കുന്നതാണ്. അതുകൊണ്ട് ഭർത്താവും ഭാര്യയും മക്കളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് എന്നേ ഉപേക്ഷിച്ചു. പിന്നെ എപ്പോൾ പോയാലെന്താ നമുക്ക്? ഭഗവാന്റെ അടുക്കൽ ഉള്ളത്തിൽ പിന്നെ ആരാ ഉള്ളത്? മറ്റതെല്ലാം ഉപേക്ഷിച്ചപ്പോൾ ഒരാൾ വേണമല്ലേ? അത് ഭഗവാൻ പരമാത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ട്. അപ്പോൾ എന്ത് അപകടത്തിൽ ഒരു വണ്ടി ഇടിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വണ്ടി ഇടിച്ചാണോ, അപ്പോഴും ഭഗവാനി എന്നൊരു ചിന്ത ഉള്ളത്തിലുണ്ടോ? അവിടെ ആ ശരീരത്തിനേ ഉള്ള ദോഷം. ആ ആത്മാവ് പരമാത്മാവിനെ ലയിക്കും. കാരണം അവിടെ ഉള്ളത്തിൽ ആരാ ഉള്ളേ? ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഭഗവാൻ നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഭയക്കണോ? ആരെങ്കിലും ഭയക്കണോ? ഈ ശരീരത്തിന് ആരെന്തോ ചെയ്തോട്ടെ, ഭഗവാന്റെ അടുക്കലേക്ക് നമ്മൾ എത്തത്തില്ലേ? അത്രയും പോരെ നമുക്ക്, ആനന്ദം പോരെ. അപ്പോഴും നമ്മൾ ആനന്ദിക്കുക ചെയ്യുക. ഏത് അപകടത്തിലായാലും നമ്മൾ ആനന്ദിക്കണം. അപ്പോഴും ആ പരമാത്മാവിൽ നമ്മൾ ലയിക്കണം, ആനന്ദിച്ചിരിക്കണം. അതാണ് ഒരു ഭക്തന് വേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.